നമ്മൾ ഇത്രയും നാള് ഐ മീൻ കവർ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പ്രത്യേകിച്ച് കഴിഞ്ഞ 2-3 ഐ മീൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹീലിംഗിനെ കുറിച്ച് കവർ ചെയ്തു. ഹീലിംഗ് തുടങ്ങി. അതുകൊണ്ട് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാനാ പാസ്വേഡ് പ്രശ്നമാണ്. നമ്മൾ ഹീലിംഗ് കണ്ടിന്യൂ ചെയ്യുക. ഹീലിംഗ് എനിക്കൊന്ന് ഇച്ചിരി ആഴ്ച കാണും. ബിക്കോസ് ഇറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹീലിംഗ് ഒരു കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മുടെ പാവങ്ങളെ, നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ വേദനകളെ എല്ലാം ചുമന്നെങ്കിലും പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അതൊന്ന് ഗ്രിപ്പ് ചെയ്യാൻ പറ്റാത്തത് ഒരു വചനം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടല്ല. ഞാൻ എപ്പോഴും ഓർക്കുന്ന എന്നെ ഏറ്റവും അധികം ഇമ്പാക്ട് ചെയ്തൊരു വേഴ്സ് ഹോസിയ ചാപ്റ്റർ 4 വേഴ്സ് 6. ഞാൻ അതൊന്ന് വായിക്കാമോ? ഹോസിയ ചാപ്റ്റർ 4 വേഴ്സ് 6. ഹോസിയ 4 വേഴ്സ് 6 ആരെങ്കിലും വായിച്ചോ? വായിച്ചു കിട്ടുന്ന ഒരാളങ്ങ് വായിക്കാൻ. 4:6 ഹോസിയ 4:6. My people are destroyed for lack of knowledge, because you have rejected knowledge. I will also reject you, that you shall be no priest to me. Seeing you have forgotten the law of your God, I will also forget your children. അവിടെ മലയാളത്തിൽ ആക്ച്വലി മലയാളം ആരെങ്കിലും വായിച്ചെന്നെങ്കിൽ കേൾക്കായിരുന്നു. അവിടെ എഴുതി വെച്ചേക്കുന്നത് പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് എന്റെ ജനം നശിക്കുന്നു എന്നാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തില് നമുക്ക് ഏറ്റവും അധികം വേണ്ടിയത് ഐ മീൻ പരിജ്ഞാനം വേണം ഓഫ് കോഴ്സ്. പക്ഷേ ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ആ വേഴ്സ് ട്രാൻസ്ലേഷൻ ഒരു പെശകുണ്ട്. അത് ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് എന്റെ ജനം നശിക്കുന്നു എന്ന്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വേണ്ടിയത് ജ്ഞാനം വേണം. ഓഫ് കോഴ്സ് ജ്ഞാനം ഒരു ഫണ്ടമെന്റൽ കോമ്പണന്റാണ്. ഞാൻ ആക്ച്വലി ഇന്നലെ ഇച്ചിരി നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒന്ന് നോക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അപ്പം ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് ഒരു കാര്യം ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് നമ്മുടെ ജ്ഞാനവും ഫെയ്ത്തും തമ്മിൽ എന്തോ വ്യത്യാസം ഞാൻ ഓർക്കുമായിരുന്നു. മനസ്സിലായ? നോളജ് ആൻഡ് ഫെയ്ത്ത്. അപ്പം ഞാൻ നോക്കിയപ്പം നമ്മുടെ നമുക്ക് ജ്ഞാനം കിട്ടുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഫെയ്ത്ത് ലഭിച്ചതുപോലെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ഇത് മനസ്സിലാക്കണം, ദാറ്റ് ജ്ഞാനത്തിന്റെയും വിശ്വാസത്തിന്റെയും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അതിലോട്ട് ഇച്ചിരി ഇറങ്ങിപ്പോ നമുക്ക്. അപ്പം ബൈബിളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ജനം നശിക്കുന്നതെന്നാ ബൈബിൾ എഴുതി വെച്ചേക്കുന്നത്, നമ്മുടെ മലയാളം ബൈബിളിൽ. പക്ഷേ നമ്മുടെ മലയാളം ബൈബിള് വായിച്ചു തന്നോ മലയാളം? പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കുക കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാത്തവണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞത് കൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. അപ്പം അവിടെ പരിജ്ഞാനം ഇംഗ്ലീഷിൽ ആ ട്രാൻസ്ലേഷൻ ഇങ്ങനെ വായിക്കുന്നത്. ഒരു സെക്കൻഡ്, let me just pick it up for you. Yeah, my people are destroyed for the lack of knowledge, because you have rejected knowledge. I will also reject you, and you shall be no priest to me. Seeing you have forgotten the law of my God, I will also forget your children. അപ്പൊ ഇവിടെ എഴുതി വെച്ചേക്കുന്ന നോളജ് എന്നുള്ള വിസ്ഡം അല്ല. പരിജ്ഞാനം എന്ന് പറയുന്നത് വിസ്ഡമാ, നോളജ് അല്ല. ഓക്കെ, ശ്രദ്ധിച്ചോ? പരിജ്ഞാനം എന്ന് പറയുന്നത് വിസ്ഡമാ, നോളജ് അല്ല. ജ്ഞാനമാണ് നോളജ്. അപ്പം ബൈബിളിൽ പറയുന്നത് എന്റെ ജനം ഒറിജിനലിലോട്ട് പോയാൽ ഇറ്റ് സേസ് എന്റെ ജനം ജ്ഞാനമില്ലാത്തത് കൊണ്ട് നശിക്കുന്നു. എന്തിനെ കുറിച്ചുള്ള ജ്ഞാനമാ? ദൈവവചനത്തിനെ കുറിച്ചുള്ള ജ്ഞാനമാ.
നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ദൈവവചനത്തിനെ കുറിച്ച് ഒരു ജ്ഞാനം വേണം. കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? എല്ലാവരും പറയും വിശ്വസിക്കും അല്ലേ? കേട്ടിട്ടില്ലേ? ഞാൻ കുഴഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ഈ ഷെയർ ചെയ്യുന്ന മുഴുവൻ എൻ്റെ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് ആരും ചിന്തിക്കില്ല ഞാൻ തിയറി സംസാരിക്കുകയാണെന്ന്. എല്ലാവരും പറയും വിശ്വസിക്കും. എന്തോ വിശ്വസിക്കണം? എല്ലാവരും പറയും പ്രാർത്ഥിക്കും. എന്ത് പ്രാർത്ഥിക്കണം? മനസ്സിലായി? അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ നമ്മൾ കടന്ന് കുഴയുക. മനസ്സിലായി? അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഈ ഹീലിങ്ങിന്റെ ലോട്ട് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് വേണ്ടിയേ? കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ആദാമും ഹവ്വായും ഏറ്റവും ആദ്യം ജെനസിസ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയതുപോലെ ജെനസിസ് 3 നമ്മൾ കണ്ടതുപോലെ ആദാമിന്റെ ഹവ്വയുടെ അവര് പാപം ചെയ്തത് കാരണം ലോകത്തിലോട്ട് എന്ത് വന്നു? രോഗവും ദുഃഖവും ദാരിദ്ര്യവും പട്ടിണിയെല്ലാം വന്നു. അപ്പൊ കർത്താവ് എനിക്ക് വേണ്ടി എന്തോ ചെയ്തേ? കർത്താവ് വന്നപ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിന്റെ മുകളിൽ നിന്ന് പാപത്തിന്റെ വിഷയം മാറ്റി. 2000 വർഷം മുമ്പ് കാൽവറിയിൽ മരിച്ചപ്പം പാപം മാറ്റിയതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്തു? എൻ്റെ രോഗം നീക്കി. ഓക്കെ, അതിന്റെ കൂടെ എൻ്റെ ദാരിദ്ര്യം നീക്കി. നമ്മൾ ആ കാര്യം ബൈബിളിനകത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടൊരു ഗ്രിപ്പില്ലായെങ്കിലുണ്ടല്ലോ എന്നാ പറ്റുമെന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തില് ഒരു കുലുക്കം വരുമ്പം, ഒരു രോഗത്തിന്റെ വിഷയം വരുമ്പം, ഒരു ഫൈനാൻഷ്യൽ ഞെരുക്കം വരുമ്പം നമ്മൾ കിടന്ന് കുഴയും. ഓക്കെ, നമ്മൾ കിടന്ന് കുഴയുന്ന മാത്രമല്ല, നമ്മൾ ഇച്ചിരിയോടെ സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസികളാണെങ്കിൽ, അതായത് സാധാരണ ആൾക്കാരെക്കാട്ടിലും ഇച്ചിരിയോടെ കൂടുതൽ നമുക്ക് തീക്ഷ്ണതയുള്ള വിശ്വാസികളാണെങ്കിൽ, നമുക്ക് ആ ഒരു വിഷയത്തിന്റെ മുകളിൽ നമുക്ക് വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തു പറ്റും? നമ്മുടെ ചുറ്റുപാടുള്ളവർ പറയും, ഇവനെന്തോ പറഞ്ഞേ, അല്ലെങ്കിൽ ഇവളെന്തോ പറഞ്ഞേ. പക്ഷെ ഇവരുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസും ഇവരുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസും ഇവർ പറയുന്ന കാര്യം വെച്ച് നോക്കും ഒരു കണക്ഷൻ ഇല്ല. മനസ്സിലായോ പറഞ്ഞ? ഒരു മിസ്മാച്ച് ഉണ്ട്. പക്ഷെ നമുക്ക് വിശ്വാസം, നമുക്ക് വചനപ്രകാരം പിടിച്ച് മുന്നോട്ട് കയറിയാൽ നമുക്ക് കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ നമുക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങിച്ചത് എല്ലാം നമുക്ക് ലഭിക്കും. മനസ്സിലായോ? യു വിൽ ഹാവ് നോ പ്രോബ്ലം. കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവും. അപ്പോഴും ആൾക്കാർ പറയും, എന്തു വരും? നമുക്ക് ആൾക്കാരെ കേൾപ്പിക്കാനും ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനും ഒന്നും അല്ലല്ലോ നമ്മളിത് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എന്തു പറയും? എടാ, ഇവന് അല്ലെങ്കിൽ ഇവള് വിശ്വസിച്ചത് നമ്മൾ വിശ്വസിച്ച പോലെ അല്ല, എന്തോ ഒരു വ്യത്യാസമുണ്ട്. കാര്യം എന്തുവാ? ഇവരുടെ ജീവിതത്തിൽ അവരുടെ വിശ്വാസത്തിനെയും വചനത്തിനെയും ദൈവത്തിനെയും സാന്നിധ്യം കാണും ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർ വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കും, അല്ലെങ്കിൽ അവർ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും, എന്തുവാ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം? ഞങ്ങളും വിശ്വസിക്കുന്നത് ഇതൊക്കെ തന്നെയാണല്ലോ. അപ്പൊ അവിടെ നമുക്ക് ഈ വിശ്വാസത്തിനെയും നമ്മുടെ അറിവിന്റെയും തമ്മിലുള്ള ഗ്യാപ്പ് മനസ്സിലാകുന്നത്. ഇവിടെ കിട്ടിയോ? നമുക്ക് അറിവുണ്ട്, നമുക്ക് നോളജ് ഉണ്ട്, ഫെയ്ത്ത് ഉണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ വിശ്വാസം കണക്ട് ആകത്തില്ല. പവർ സോക്കറ്റിനകത്തോട്ട് നമ്മൾ പ്ലഗ് കുത്തിയാൽ മാത്രമേ നമുക്ക് അതിനകത്തു നിന്നുള്ള ഒരു ഫാൻ കറങ്ങത്തുള്ളൂ, അല്ലെ? ഒരു ലൈറ്റ് കറങ്ങത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഫെയ്ത്തും നമ്മുടെ നോളജും തമ്മിൽ ഒരു കണക്ഷൻ വേണം. ആ കണക്ഷൻ വരുന്നത് എങ്ങനെയാ? ആ കണക്ഷൻ വരുന്നത് ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോഴാണ്. നമ്മൾ പള്ളിയിൽ പോകുന്നതുകൊണ്ടല്ല നമുക്ക് ആ കണക്ഷൻ കിട്ടുന്നത്. നമുക്ക് ആ കണക്ഷൻ കിട്ടുന്നത് കുറെ ആൾക്കാരുടെ പ്രസംഗം കേൾക്കുന്നതുകൊണ്ടല്ല, നമ്മൾ നല്ല ചർച്ചിൽ പോകുന്നതുകൊണ്ടല്ല. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ആൾക്കാർ. നല്ലൊരു ചർച്ചിൽ പോകുന്നതുകൊണ്ടല്ല നമുക്ക് ആ ഫെയ്ത്തിന്റെയും നോളജിന്റെയും ഇടയ്ക്ക് ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നത്. ശ്രദ്ധിച്ചോന്ന്, നമ്മുടെ ജീവിതത്തിൽ നോളജിന്റെയും ഫെയ്ത്തിന്റെയും ഇടയ്ക്ക് ആ കണക്ഷൻ വരണമെങ്കിൽ നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നവരായിരിക്കണം. നമ്മൾ എങ്ങനെ ധ്യാനിക്കുന്നു നമ്മൾ പിന്നെ നമുക്ക് ഇച്ചിരി നോക്കാം. ഓക്കെ, അപ്പം നോളജ് ഇസ് കീ. നോളജ് എന്ന് പറഞ്ഞ ഒരു താക്കോല് തന്നെയാണ്. അതിനകത്ത് നോളജ് ഇല്ലാതെ നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. ഞാനത് പ്രത്യേകിച്ച് തറപ്പിച്ച് പറയാൻ കാരണം, നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ ചർച്ചസിൽ പോകും, നമ്മൾ പലപ്പോഴും മെസ്സേജസ് കേൾക്കും, നമ്മൾ എളുപ്പം ബൈബിൾ വായിച്ച് തീർക്കും, നമ്മൾ ചിലപ്പം ബുക്സ് വായിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മളത് മെഡിറ്റേറ്റ് ചെയ്യണം, ധ്യാനിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനം 1 പറയുന്നത്, ദൈവവചനം ധ്യാനിക്കുന്ന മനുഷ്യൻ
ഭാഗ്യവാനല്ലേ, അവൻ തൊടുന്നതെല്ലാം സഫലമാകും അല്ലെ. സാംസ് 1:2, സാംസ് 1:2 കിട്ടുന്നവരാരെങ്കിലും വായിച്ചോ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നത്? ബട്ട് ഹിസ് ഡിലൈറ്റ് ഈസ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ് ആൻഡ് ഓൺ ഹിസ് ലോ ഡസ് ഹി മെഡിറ്റേറ്റ് ഡേ ആൻഡ് നൈറ്റ്. അപ്പം നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്ന ആൾക്കാരായിരിക്കണം. ധ്യാനം എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഫെയ്ത്തും നോളജും തമ്മിൽ കണക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയത് ജെയിംസിന്റെ 5:14 ആണല്ലോ. ജെയിംസിന്റെ 5:14 എന്ത് പറയുന്നു? ജെയിംസിന്റെ 5:14 പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവര് സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് അവര് തൈലം പൂശി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴെന്ത് പറ്റും? അപ്പൊ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദിനക്കാരന് രോഗസൗഖ്യം വരുന്നു അല്ലെ. അപ്പം സഭയിലെ മൂപ്പനല്ല വിഷയം. ചിലപ്പം ചില സഭകളിലെ മൂപ്പന്മാർക്ക് വിശ്വാസം കാണത്തില്ല. ഓക്കെ, അപ്പം വിശ്വാസമുള്ള ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി. പാസ്റ്റർ ആണോന്നില്ല. ഓക്കെ, ചില പാസ്റ്റർമാർ ഇപ്പൊ എന്നെ കല്ലെറിയായിരിക്കും. ഓക്കെ, രോഗസൗഖ്യം വരാൻ പാസ്റ്റർ പ്രാർത്ഥിക്കണ്ട, പ്രവാചകനും വേണമെന്നില്ല. 50 വർഷം വിശ്വാസത്തിൽ ജീവിച്ച ഒരാള് പ്രാർത്ഥിക്കണമെന്നില്ല. വിശ്വസിക്കാമെങ്കിൽ ഒരു ബേബി ക്രിസ്ത്യന് പോലും കാര്യങ്ങൾ നീക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ആക്ച്വലി നമ്മള് ഈ നമ്മുടെ ഈ പാരമ്പര്യമായിട്ടുള്ള സഭകള്, ക്ഷമിക്കണം, പെന്റിക്കോസ്റ്റൽ ചർച്ച് ഇപ്പം ഒരു പാരമ്പര്യം പോലായി. മനസ്സിലായോ? എല്ലാവരും ഒത്തിരി കാര്യങ്ങളൊക്കെ പറയും, പലതും ചെയ്യും. എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അതിന് വ്യക്തമായിട്ടൊരു, ആർക്കും എന്നല്ല, ഒത്തിരി പേർക്ക് ഉത്തരവില്ല. അപ്പം നമ്മൾ അത് കടക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ പോകുന്നത്. ബൈബിൾ സ്റ്റഡീസും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ ബ്രീഫായിട്ട് ഞാനിവിടെ പോകുന്ന ബൈബിൾ സ്കൂളിലെ ബ്രദർ ഹേഗിന്റെ ടെസ്റ്റിമണി ഷെയർ ചെയ്യാം. ബ്രദർ ഹേഗിൻ എന്ന് പറഞ്ഞ പുള്ളി ഇവിടെ ഇന്നത്തെ നമ്മുടെ ക്രിസ്ത്യൻ വേൾഡ് എടുത്താല് വേർഡ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു ഇതിന്റെ ഒരു ഫൗണ്ടിങ് ഒരു ഫെയ്ത്ത് ഫാദറാണ്. അപ്പം പുള്ളിയാണെങ്കിൽ പുള്ളി എനിക്കൊന്ന് 87-ാമത്തെ 83-ാമത്തെ വയസ്സിൽ 2003 മരിച്ചു. പുള്ളിക്ക് 15 വയസ്സ് പ്രായം ഉണ്ടായിരുന്നപ്പം പുള്ളി, അതായത് അപ്പം ഓർത്ത് നോക്കണം, 15 വയസ്സെന്ന് പറയുമ്പം എനിക്കൊന്ന് ഏർലി 30s 40s വല്ലതും ആയിരിക്കും. 15 വയസ്സ് പ്രായം ഉണ്ടായിരുന്നപ്പം പുള്ളിക്ക് എന്തോ ഒരു രോഗം ബാധിച്ച് പുള്ളി കിടപ്പിലായി. പുള്ളി വേസ്റ്റിന് താഴോട്ട് പാരലൈസ്ഡാ, അരയ്ക്ക് താഴോട്ട് ചലനമില്ല. പുള്ളിക്ക് ഹാർട്ട് പ്രോബ്ലം ഉണ്ട്. ഒന്നിൽ കൂടുതൽ 2 ഹാർട്ട് പ്രോബ്ലംസ് ആണെന്ന് തോന്നുന്നു. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇതിനൊന്നും അത്ര മെഡിക്കൽ സയൻസ് ഒന്നും അഡ്വാൻസ്ഡ് അല്ലല്ലോ. 3 പുള്ളിക്ക് ലുക്കീമിയയുടെ പ്രോബ്ലം ഉണ്ട്. അപ്പം ഈ 3 പ്രശ്നങ്ങളും കൊണ്ട് പുള്ളി കിടപ്പാ. പാരലൈസിസ് ഉണ്ടായിരുന്നോണ്ടായിരിക്കും പുള്ളി കിടപ്പായത്. അപ്പം 15 വയസ്സ് ഉള്ളതായപ്പം അത് കഴിഞ്ഞ് പുള്ളി മനസ്സിലായി മെഡിക്കൽ സയൻസും കൊണ്ട് പുള്ളിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. ബിക്കോസ് പുള്ളിക്ക് മനസ്സിലായി ഇത്ര നാളുകളും കൂടെ ഉള്ളത്. അപ്പം അങ്ങനെ പുള്ളി ആണെങ്കിൽ ഓർത്തു പുള്ളി ബൈബിൾ വായിക്കാം. ബിക്കോസ് ആത്മീയത്തിൽ കൂടെ ഉള്ളല്ലോ പലതിനും ഒരു വിടുതലുള്ളത്. അത് ശ്രദ്ധിച്ചോ, ആത്മീയത്തിൽ കൂടെ ഉള്ളൂ നമുക്ക് പലതിനും വിടുതലുള്ളത്. നമുക്ക് മെഡിക്കൽ സയൻസിൽ നമുക്ക് പലതിനും വിടുതലില്ല. ആത്മീയത്തിൽ നമുക്ക് ഗ്യാരണ്ടി വിടുതലുണ്ട്. ഓക്കെ, ഞാനത് തറപ്പിച്ച് പറയാം. ബിക്കോസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. എനിക്കറിയത്തില്ല, യൂട്യൂബിൽ എൻ്റെ ടെസ്റ്റിമണി കേട്ടിട്ടുണ്ട്. ഞാനിത് പിന്നെ പറയാൻ കാരണം ചില ഇത് വരുന്നവര് ന്യൂ ആയിരിക്കും. സോ ദേ മേ നോട്ട് പ്രോബബ്ലി ബി അവെയർ ഓഫ് ദീസ് തിങ്സ്. എനിക്ക് ക്യാൻസറിന്റെ ഒരു വിടുതൽ കിട്ടിയായിരുന്നു. നമുക്ക് ഫെയ്ത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ സയൻസ് തരാത്ത വിടുതല് വചനം തരും.
അപ്പൊ ഈ പുള്ളി ദൈവവചനം വായിക്കാനും പഠിക്കാനും വായിക്കാൻ തുടങ്ങി. പുള്ളി പ്രത്യേകിച്ച് ബൈബിള് കട്ടിയുള്ളൊരു ബുക്ക് ആയതുകൊണ്ട് പുള്ളിയാണെങ്കിൽ ദൈവം സഹായിച്ച് പുള്ളിക്ക് അത്രയും വിവരം ഉണ്ടായിരുന്നു. പുള്ളി ന്യൂ ടെസ്റ്റ്മെന്റ് വായിക്കാൻ തുടങ്ങി. ബിക്കോസ് എല്ലാവരും ആത്മീയം ഒന്ന് സ്ട്രോങ് ആക്കാൻ ഉള്ള ചിന്തയിലാകുമോ എന്ത് പറ്റുമെന്നറിയാമോ? ഇവരെല്ലാം കൂടെ ഓടുന്നത് ഇവര് മിക്കവരും ഓൾഡ് ടെസ്റ്റ്മെന്റ് എടുത്ത് വെച്ച് വായിക്കാൻ തുടങ്ങും. ഓൾഡ് ടെസ്റ്റ്മെന്റ് എടുത്ത് വായിക്കുമ്പോഴത്തേക്ക് ആഹപാടെ കുഴഞ്ഞു. ഇസ്രായേല്, കനാന്, ഡ്യൂട്രോണമി, ലേവ്യ പുസ്തകം, പഴയ നിയമത്തെ സോളമൻസ് ടെമ്പിള്, അതിന്റെ കൺസ്ട്രക്ഷന്, ഐസയ പ്രവചനം, എന്ത് പറ്റിയൊന്നും ഒരു പിടിയില്ല. പക്ഷെ ദൈവം സഹായിച്ച് പുള്ളിയാണെങ്കിൽ ന്യൂ ടെസ്റ്റ്മെന്റ് എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മളൊക്കെ ചെയ്യേണ്ടി എന്തോ ന്യൂ ടെസ്റ്റ്മെന്റ് വായിക്കണം. ഓക്കെ, നമ്മളൊക്കെ ന്യൂ ടെസ്റ്റ്മെന്റ് ഒരു ഞാൻ ഓക്കെ അപ്പം പുള്ളി ന്യൂ ടെസ്റ്റ്മെന്റ് വായിക്കാൻ തുടങ്ങി. ന്യൂ ടെസ്റ്റ്മെന്റ് വായിക്കാൻ തുടങ്ങി പുള്ളി മാർക്ക് 11:23-24 എത്തിയപ്പം പുള്ളിക്ക് പുള്ളി ജെയിംസിൽ എത്തി. ജെയിംസ് 5:14 ഈ പറഞ്ഞ വേഴ്സസ് പുള്ളി വായിച്ചത്. ഈ പറഞ്ഞ വേഴ്സസ് പുള്ളി വായിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, കർത്താവെ, ദൈവവചനത്തിനകത്ത് പുള്ളിക്ക് ദൈവം സഹായിച്ചു ഇങ്ങനൊരു ഉറപ്പുണ്ടായിരുന്നു, ദൈവവചനം സത്യമാണെന്ന് പുള്ളിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. ഓക്കെ, ഇന്നത്തെ കാലത്ത് അനേക ചർച്ചസിൽ പഠിപ്പിക്കുന്ന പുരോഹിത പ്രീസ്റ്റ്, പല പാസ്റ്റേഴ്സ്, ഇവർക്കൊന്നും ദൈവവചനം 100% സത്യമാണെന്നുള്ള അവർക്ക് ഉറപ്പില്ല. ഓക്കെ, നമുക്ക് ആ ഒരു ഉറപ്പ് വേണം. നമുക്ക് ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വചനത്തെ കുത്തി നിൽക്കാൻ പറ്റുന്നത്. നമ്മൾ നിൽക്കുന്നത് ചതിപ്പ് നിലത്താണെന്നുള്ള നമുക്ക് തോന്നൽ വന്നാൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ ഒന്നും പറ്റത്തില്ല. ഓക്കെ, ദൈവവചനം മാറ്റമില്ലാത്തതാണെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ അതിന് അത് നമുക്ക് പിന്നെ ഒരു ദിവസം കവർ ചെയ്യാം, വചനം എന്തുകൊണ്ടാണ് സത്യം എന്നുള്ളത്. ഓക്കെ, അപ്പം പുള്ളി ഈ ഒരു വേഴ്സ് വായിച്ചു. നമ്മളിപ്പം വായിച്ച വേഴ്സ് ജെയിംസ് 5:14. നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും രോഗികളായിട്ടുള്ളവരുണ്ടോ? ഇത് എന്റെ ട്രാൻസ്ലിറ്ററേഷൻ ആണ്. ഓക്കെ, അവര് സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് അവര് ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. 15. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പം പുള്ളി ഈ വേഴ്സ് വായിച്ചു. ഈ വേഴ്സ് വായിച്ചിട്ട് പുള്ളി എന്ത് ചെയ്തു? പുള്ളിയാണെങ്കിൽ പോയി പുള്ളിയുടെ ചർച്ചില് പുള്ളി ഏതോ ഒരു ചർച്ചിൽ വന്നു. ചർച്ചിന്റെ പേര് പറയുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് അനിഷ കിട്ടും. പുള്ളി ആ ചർച്ചിലെ മൂപ്പന്മാരടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, അപ്പം അവർ ഒരുപക്ഷെ ചോദിച്ചാണ് എന്തോ കാരണമെന്ന്. അപ്പം പുള്ളി പറഞ്ഞു, താൻ ഇങ്ങനെ ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഇടയിൽ രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് വരുത്തി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടല്ലോ, അപ്പം നിങ്ങളൊന്ന് വന്ന് പ്രാർത്ഥിക്കാൻ ചോദിച്ചപ്പം അവര് വന്നില്ല. കാരണം എന്തുവാ? അവർക്ക് ഈ പുള്ളിയുടെ ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് അവർക്ക് ഈ പുള്ളി ഇത് ജീവിക്കുന്ന അവർക്ക് വിശ്വാസമില്ല. മനസ്സിലായോ? അപ്പം അത് ഞാൻ പറഞ്ഞ നമ്മള് അപ്പം ഈ പുള്ളിയാണെങ്കിൽ ഓർത്തു, കർത്താവ് പുള്ളി ഇച്ചിരി ദിവസം കഴിഞ്ഞ് പുള്ളി ഓർത്തു, എനിവേ സഭയിലെ മൂപ്പന്മാരെ വിളിച്ചിട്ടൊന്നും അവരും വരുന്നില്ല. അപ്പം പുള്ളി പറഞ്ഞു, കർത്താവ്, ഞാൻ മരിക്കലേ ഉള്ളൂ, ബിക്കോസ് സഭയിലെ മൂപ്പന്മാര് വന്നില്ലല്ലോ. അപ്പം പക്ഷെ എന്നാ പുള്ളിയുടെ ഉള്ളിൽ തോന്നിച്ചു, ഈ ബൈബിൾ ശ്രദ്ധിച്ചു വായിക്കും. അവിടെ എഴുതിയിരിക്കുന്നത് വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദിനക്കാരനെ രക്ഷിക്കും. ഓക്കെ, അപ്പം പുള്ളിക്ക് അത് മനസ്സിലായ പുള്ളി പറഞ്ഞു, കർത്താവ്, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന എന്നെ രക്ഷിക്കുമെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പം പുള്ളി അത് പ്രാർത്ഥിച്ചു. പുള്ളി വാ തുറന്നു പറഞ്ഞു, ഞാന് ദൈവത്തിന്റെ സാന്നിധ്യത്തില് ഞാൻ ചില ഇത്ര കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് ഇമോഷണൽ ആവും, സോ ഫോർഗീവ് മീ. ഓക്കെ, പുള്ളി പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ ഇങ്ങനെ പ്രഖ്യാപിക്കുക, that I am healed. ഓക്കെ, ഞാൻ സൈറ്റന്റെ അടുത്ത് പറയാ that I am healed. ആൻഡ് എനിക്ക് തോന്നുന്നു പുള്ളി സിക്നസിന്റെ അടുത്തും കൂടെ പറഞ്ഞെന്ന് തോന്നുന്നു, വാ തുറന്നിട്ട്, that sickness I am healed, you get lost. ഓക്കെ, പുള്ളി അത് പറഞ്ഞു. പുള്ളിക്ക് സമാധാനം വന്ന് പുള്ളി കിടക്കുക. എന്നുവെച്ചാൽ പുള്ളി അത് പറഞ്ഞിട്ട് പുള്ളിയുടെ ശരീരത്തിൽ അനക്കമൊന്നുമില്ല. ഓക്കെ,
പുള്ളി പിന്നെ പാരലൈസ്ഡ്, ഹാർട്ട് പ്രോബ്ലം ഉണ്ട്, ലുക്കീമിയ ഉണ്ട്. പുള്ളി ഒരു പ്രാവശ്യം പുള്ളിയുടെ ലുക്കീമിയ വാസ് സോ ഹൊറബിൾ ദാറ്റ് ഒരു പ്രാവശ്യം പുള്ളിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ ബ്ലഡ് എടുത്തപ്പം പുള്ളി ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്റെ കണ്ണിനാണോ പ്രശ്നം, എന്റെ ബ്ലഡിനാണോ പ്രശ്നം, കാര്യം എന്തുവാ, എന്റെ ബ്ലഡ് വെളുത്തിരിക്കുന്നില്ല ഒന്ന്. അപ്പൊ അത്ര മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു പുള്ളിയുടെ. അപ്പം ഇങ്ങനെ പറഞ്ഞ് കിടന്നിട്ട് രാവിലെ 10 മണിയാകുമ്പോഴാണ് സാറിന് മദർ വരുന്നത്, അമ്മ വരുന്നത്, പുള്ളി വാഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ. പുള്ളി സ്വന്തമായിട്ട് കേപ്പബിൾ അല്ലല്ലോ. അപ്പം 10 മണിക്ക് ഇങ്ങനെ പുള്ളി മദറിനെ വെയിറ്റ് ചെയ്യും, അവിടെ ബെഡെ കിടക്കുകയോ ചെയ്തപ്പം പുള്ളി വ്യക്തമായിട്ട് പരിശോധന ശബ്ദം കേട്ടു. ഹീൽഡ് ആയിട്ടുള്ളൊരു 17 വയസ്സുള്ള ഒരുത്തൻ എന്തോ ബെഡെ കിടക്കുന്നേ രാവിലെ 10 മണിക്ക്. ഹീൽഡായിട്ട് ശരീരം ഒക്കെ ആയ ഒരു 15, 16, 17 വയസ്സുള്ള ഒരുത്തൻ 10 മണിക്ക് രാവിലെ ബെഡ് കിടന്ന ഒന്നെങ്കിൽ വെക്കേഷൻ ആയിരിക്കണം, വല്ലപ്പോഴും ഓക്കെ. പക്ഷെ ഇത് വെക്കേഷൻ അല്ലല്ലോ. അപ്പം പുള്ളി സഡൻലി ഞെട്ടി. അപ്പം പുള്ളിക്ക് നേരത്തെ വായിച്ചതെല്ലാം മനസ്സിൽ വന്ന് കാണും. പുള്ളി എന്ന് വെച്ചാൽ വിശ്വാസവും ആക്ഷനും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മുടെ നോളജും നമ്മുടെ വിശ്വാസവും നമ്മുടെ ആക്ഷനും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പം പുള്ളി ആണെങ്കിൽ പറഞ്ഞു ശരിയാ ആമീൻ. അപ്പം പുള്ളി ആണെങ്കിൽ അപ്പം ഓർത്ത് നോക്കണം, വേസ്റ്റ് ഡൗൺ പുള്ളിക്ക് ഒരു സെൻസേഷനും ഇല്ല ബോഡിയിൽ. അപ്പം പുള്ളി ആണെങ്കിൽ ആ പഴയ ഈ കാലത്തെ ബെഡ് പോസ്റ്റ് ഉണ്ടല്ലോ, പുള്ളിയാണെങ്കിൽ എങ്ങനെയോ പാടുപെട്ട് നിരങ്ങി ഒരു ബെഡ് പോസ്റ്റ് പിടിച്ച് കാൽ രണ്ടും തള്ളിയിട്ട് പുള്ളി ആ ബെഡ് പോസ്റ്റ് പിടിച്ച് നിന്നപ്പോ പുള്ളിയുടെ തലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഹണി ഒഴിക്കുന്നത് പോലെ പുള്ളി ഫീൽ ചെയ്തു. കാലിലോട്ട് ഒരു 1000 പെൻ പ്രിക്സ് കുത്തുന്ന പോലെ പുള്ളിക്ക് തോന്നി. പുള്ളി ആദ്യമായിട്ട് നിന്നു. മനസ്സിലായി? നമ്മുടെ വിശ്വാസവും നമ്മുടെ ആക്ഷനും തമ്മിൽ കണക്ഷനാണ്. അപ്പം അങ്ങനെ പുള്ളി ഹീൽഡായി, ടോട്ടലി ഹീൽഡായി. പുള്ളി 83, 87 വയസ്സിലാണ് 2003 മരിക്കുന്നത്. പുള്ളി പറഞ്ഞു കേട്ടിട്ടുണ്ട് 1940s 1930s കഴിഞ്ഞ് പുള്ളിക്ക് ഒരു തലവേദന പോലും വന്നിട്ടില്ലെന്ന്. തലവേദന വരാൻ ശ്രമിക്കും, പക്ഷെ പുള്ളി അതിനെ റെസിസ്റ്റ് ചെയ്യും. മനസ്സിലായോ? ബിക്കോസ് നമ്മുടെ ചുറ്റിനും എപ്പോഴും ടെംപ്റ്റേഷൻ ഉണ്ട്. ടെംപ്റ്റേഷൻ പാപത്തിനെ കുറിച്ച് മാത്രമല്ല, രോഗം വരുന്നതും ഒരു ടെംപ്റ്റേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കൂട്ടാം. നമുക്ക് അതിനെ എതിർത്ത് നിൽക്കാൻ കർത്താവ് ശക്തി തന്നിട്ടുണ്ട്. മനസ്സിലായോ? എനിക്ക് 2011 തൊട്ട് എനിക്ക് ഇന്ന് വരെ ദൈവം സഹായിച്ച് എല്ലാ വിഷയത്തിനും പല്ലുവേദന ഉൾപ്പെടെ എനിക്ക് ഒതുക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തലവേദന ഇല്ല. എനിക്ക് ഒരു സമയത്ത് എൻ്റെ തലയിൽ കണ്ടിന്യൂസ് പെയിൻ ആയിരുന്നു. അപ്പൊ ഞാൻ ഓർത്തിട്ടുണ്ട് നോർമലായിട്ടൊരു തല ആർക്കും ഇല്ലെന്ന്. ഞാൻ ഓർത്ത് എല്ലാവരുടെയും അനുഭവം ഒരു പക്ഷെ എൻ്റെ കൂട്ടായിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലയോ, എനിക്ക് ഡിസ്കിന് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എനിക്ക് കാലിലോട്ട് പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, സീരിയസ് ലിവർ ഇഷ്യൂസ് ആണ്. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് grade 7 കിടന്ന ഐ മീൻ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു 3 മാസത്തിനകത്ത് എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ അത്രയ്ക്ക് ഉള്ളെന്ന്. അതേപോലെ എനിക്ക് കൊളസ്ട്രോൾ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എനിക്ക് ഹാർട്ട് പാൽപിറ്റേഷൻ ഉണ്ടായിരുന്നു. ദൂരെ ഇരുന്ന് നിങ്ങൾക്ക് എൻ്റെ ഹാർട്ട് ബീറ്റ് കൗണ്ട് ചെയ്യാൻ പറ്റും. ഹാർട്ട് പാൽപിറ്റേഷൻ ഇഷ്യൂ ഉണ്ടായിരുന്നു, ബിഗിനിങ് ഓഫ് ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു, ഒരു 12-13 പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ബൈ ഗോഡ്സ് ഗ്രേസ് ഇന്ന് ഒരു പെയിൻ കില്ലറും ഇല്ല, ഒരു ചെക്കപ്പും ഇല്ല, ഒരു മെഡിസിനും ഇല്ല, ഒരു ഫോളോ അപ്പും ഇല്ല. ഐ എം ടോട്ടലി ഡെലിവേർഡ്. യുനോ, ഞാൻ അസ്റ്റിഗ്മാറ്റിസിന് കണ്ണാടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഐ വോർ ഗ്ലാസസ് ഫോർ 13 years. എൻ്റെ പല റിലേറ്റീവ്സും ഇട്ടിട്ടുണ്ട്. ഓക്കെ, എൻ്റെ I don't wear glasses anymore. യുനോ, അപ്പം കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ നമുക്ക് വേണ്ടി ഏറ്റെടുത്തത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളത് മനസ്സിലാക്കണം. അത് നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഗ്രിപ്പ് കിട്ടുന്നത്. ഓക്കെ, ധ്യാനിക്കുന്നത് എങ്ങനെയാ? നമ്മൾ ധ്യാനിക്കുന്നത് എങ്ങനെയാ? നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നത്
നമ്മളിപ്പം ഒരു 2 രീതിയിലുള്ള ബൈബിൾ റീഡിംഗ് ഉണ്ട്. 2 അല്ല, അതിൽ കൂടുതൽ കാണും. പക്ഷെ ഞാൻ 2 ടൈപ്പ് ഞാൻ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്യും. ഒന്ന്, നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇച്ചിരി നമ്മൾ പ്രത്യേകിച്ച് ന്യൂ ടെസ്റ്റ്മെന്റ് നമുക്കൊക്കെ വേണ്ടത് ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മുടെ ഇന്നത്തെ മാനുവൽ. പഴയ നിയമം ഓഫ് കോഴ്സ് ദൈവവചനം തന്നെ, അതിനകത്ത് ഒട്ടും മാറ്റമില്ല. പക്ഷെ പുതിയ നിയമത്തെ വിശ്വാസിയുടെ മാനുവൽ എന്ന് പറയുന്നത് ന്യൂ ടെസ്റ്റ്മെന്റ്. അപ്പൊ നമ്മൾ ദൈവവചനം എടുത്ത് ഒരു രാവിലെ തീർന്ന് പിടിച്ച് ബൈബിൾ വായിച്ച് തീർക്കാൻ ശ്രമിക്കല്ലേ. ഓക്കെ, 3 ചാപ്റ്റർ 5 ചാപ്റ്റർ ഒക്കെ വായിച്ചാൽ നമുക്ക് അതിന്റെ ആഴങ്ങളോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ബൈബിൾ എടുത്തിട്ട് ന്യൂ ടെസ്റ്റ്മെന്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് കവർ ചെയ്യണം. ഓക്കെ, മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ വായിക്കണമെന്നില്ല. ജോണോ ഏതെങ്കിലും ഒരു ഗോസ്പൽ എടുത്ത് അങ്ങ് പിന്നെ ആക്സിലോട്ട് അങ്ങ് ചാടിയാൽ മതി. സമയം ഉണ്ടെങ്കിൽ 2ഉം വായിക്കാം, എല്ലാം വായിക്കാം, നോട്ട് ആൻ ഇഷ്യൂ. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ബൈബിള് എടുത്തിട്ട് ശ്രദ്ധിച്ച് വായിക്കണം. ഓക്കെ, പറ്റുവാണെങ്കിൽ ഡിസ്റ്റർബൻസ് എല്ലാം അവോയ്ഡ് ചെയ്ത് പരിശുദ്ധാത്മാവ് എന്നെ ദൈവത്തിനകത്തോട്ട് ഇറക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിള് ന്യൂ ടെസ്റ്റ്മെന്റ് ഒരു സ്ലോ ആയിട്ട് വായിക്കണം. പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കണം വായിക്കുമ്പം. ഇതിനകത്ത് എന്തോ പറഞ്ഞേക്കുന്നത്, ആരോട് സംസാരിക്കുന്നത്, ഈ ഞാൻ വായിച്ചതും കൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് തിരുത്താൻ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഞാൻ ചെയ്യുന്ന കാര്യം എന്തെങ്കിലും നിർത്തേണ്ടതുണ്ടോ? ഓക്കെ, ഞാൻ ചെയ്യാത്ത കാര്യം എന്തെങ്കിലും തുടങ്ങേണ്ട കാര്യമുണ്ടോ? ഓക്കെ, ഞാനിതിനെ എങ്ങനെ അനുസരിക്കും? എനിക്കിത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഓക്കെ, അങ്ങനെ നമ്മൾ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് അറിയുമോ? നമ്മൾ ഇത് പസിലുണ്ടല്ലോ, പസിൽ. നമ്മുടെ പിള്ളേർക്കൊക്കെ നമ്മൾ പണ്ടൊക്കെ ഞങ്ങൾക്ക് പിള്ളേർ കുഞ്ഞായിരുന്നപ്പം നമ്മൾ പസിൽസ് മേടിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത് ഒരു ടിഷ്യൂ പേപ്പറിനകത്തോ. ഓക്കെ, ഞാനിപ്പം കയറിയതാ. ഓക്കെ, അപ്പം നമ്മൾ ബൈബിൾ വായിച്ചുകൊണ്ട് നമ്മൾ ചർച്ചിൽ പോയുണ്ട്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മിക്കവരും ചർച്ചിൽ കൊച്ചിലെ തൊട്ട് പോയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ദൈവവചനത്തെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അല്ലെ. ദൈവവചനത്തെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പം ഞാനൊരു സാധാരണ ഒരു വ്യക്തിയുടെ കാര്യം ഞാൻ നമുക്ക് നോക്കാം. സാധാരണ ഒരു വ്യക്തി ചർച്ചിൽ പോകുന്നതാ, റെഗുലറായിട്ട് പോകും, ചർച്ച് സർവീസ് കേൾക്കും, എല്ലാം മെസ്സേജസ് കേൾക്കും, ഒരുപക്ഷെ ബുക്ക് വായിക്കും, പലതും ചെയ്യും. പലതും ചെയ്യുമ്പം പുള്ളിക്കൊരു ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ള പുള്ളിക്കൊരു കാഴ്ചപ്പാടുണ്ട് അല്ലേ. പുള്ളിക്കൊരു വേൾഡ് വ്യൂ ഉണ്ട്. പുള്ളിക്ക് ആ വേൾഡ് വ്യൂ ഉള്ളതുകൊണ്ട് പുള്ളി ബൈബിൾ ഇങ്ങനെ വായിച്ചു വന്നപ്പം, ഞാൻ എക്സാമ്പിളായിട്ട് പറയണേ, പുള്ളി ഈ പോർഷനിലോട്ട് വന്നു. എന്ത് നമ്മളിപ്പം വായിച്ച പോർഷനിലോട്ട് വന്നു, ജെയിംസ് 5:14 വന്നു. അപ്പം ജെയിംസ് 5:14 പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടോ? അപ്പം പുള്ളി മിക്കവർക്കും ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടല്ലോ. അപ്പം അവര് ചിന്തിക്കണം, ഞങ്ങളുടെ ഇടയിൽ ഓക്കെ എനിക്ക് രോഗമുണ്ടോ? എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലിക്കകത്ത് രോഗമുണ്ടോ? എൻ്റെ എക്സ്റ്റൻഡഡ് ഫാമിലിക്കകത്ത് രോഗമുണ്ടോ? നോക്കണം. ഓക്കെ, ചിന്തിക്കണം. ചിന്തിച്ചിട്ട് ഓക്കെ, അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവല്ലോ, നമ്മുടെ ഒരു ഗ്രൂപ്പിൽ എടുത്താൽ ഒരു 60 to 80% ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖമുണ്ട്. ഓക്കെ, 60 to 80% സിക്നസ് ഇസ് വെരി 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 കോമൺ. അത് ചിലര്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് പ്രഷർ ചിലര് രോഗമായിട്ട് കണക്ക് കൂട്ടത്തില്ല, പക്ഷെ ദാറ്റ്സ് എ പ്രോബ്ലം, യു നീഡ് ടു ഡീൽ വിത്ത് ഇറ്റ്. ഓക്കെ, അപ്പം അത് പിന്നെ നമ്മൾ താഴ്ത്ത് വായിക്കും. എന്ത് പറഞ്ഞു അവിടെ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തണം. എന്തിന്? അവരപ്പം പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് എന്ത് ചെയ്യും? അവര് എണ്ണ പൂശി പ്രാർത്ഥിക്കും. അത് ചെയ്ത എന്ത് ലഭിക്കും? ഇങ്ങനെ വേണം ചിന്തിക്കാൻ. ഓക്കെ, അപ്പം 15ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, അപ്പം വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിക്ക് രോഗസൗഖ്യം വരുത്തും. എനിക്ക് രോഗസൗഖ്യം വരുത്തും വിശ്വാസത്തോടുള്ള പ്രാർത്ഥന. അപ്പൊ എനിക്ക് മരുന്ന് വേണ്ടേ? ഇങ്ങനെ നമ്മൾ ചിന്തിക്കണ്ടേ? മനസ്സിലായോ? നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ദൈവവചനം ധ്യാനിക്കുക. അപ്പൊ ഇവിടെ പറയുന്നു, വിശ്വാസത്തോടുള്ള
പ്രാർത്ഥന രോഗിക്ക് രോഗസൗഖ്യം വരുത്തും. കർത്താവ് അവന് ഉയർപ്പിക്കും അല്ലേ? അവൻ എന്തെങ്കിലും പാപങ്ങൾ എഴുന്നേൽപ്പിക്കും. കർത്താവിന് എഴുന്നേൽപ്പിക്കും. അവന് എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. അപ്പം പിന്നെ ബൈബിൾ താത്തി വെക്കണം. താത്തി വെച്ചിട്ട് ചിന്തിക്കണം. ഓക്കെ, ബൈബിളിനകത്ത് ഇങ്ങനെ പറയുന്നു, ഇത് എൻ്റെ ജീവിതത്തിൽ സത്യമാണോ? സത്യമല്ലെങ്കിൽ എന്തോ വിഷയം? നമ്മൾ ഇങ്ങനെ ദൈവവചനം അന്വേഷിച്ചു പോയാൽ മാത്രമേ ഉള്ളൂ ദൈവവചനം ധ്യാനിക്കുന്നു എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ദൈവവചനം ധ്യാനിക്കുമ്പോൾ എന്ത് പറ്റും? ദൈവവചനത്തിനകത്ത് എഴുതി വെച്ചേക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സത്യമാണ്. മനസ്സിലായോ? ഒത്തിരി പേരുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നേ? നമ്മൾ ഈ പസില്, ഓക്കെ, എൻ്റെ ജീവിതത്തിലെ അനുഭവം ഇത്, ഓക്കെ, എൻ്റെ ജീവിതത്തിലെ അനുഭവം, എൻ്റെ വേൾഡ് വ്യൂ, ദൈവവചനത്തിനെ കുറിച്ചുള്ള എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. നമ്മളാരും പെർഫെക്റ്റ് അല്ലല്ലോ. നമ്മളെല്ലാം ദൈവവചനം പഠിച്ച് മുകളിലോട്ട് ചവിട്ടി കയറാനുള്ള ശ്രമത്തിലല്ലേ. അപ്പം നമ്മൾ ദൈവവചനം ത്തിനകത്ത് പറഞ്ഞേക്കുന്ന പുതിയ കാര്യം നമ്മളിപ്പം വായിച്ചതുപോലെ ഇതാന്നോർത്തു. സഭയിലെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന. അപ്പം വിശ്വാസത്തോടുള്ള പ്രാർത്ഥന എൻ്റെ രോഗത്തിന് സൗഖ്യം വരുത്തുമോ? നമ്മൾ ചിന്തിക്കുക. മനസ്സിലായി? എങ്ങനെ ഫിറ്റ് ആവും എൻ്റെ കാഴ്ചപ്പാടിനകത്ത്? ഓക്കെ, ഇങ്ങനെ ഫിറ്റായി. പക്ഷെ ഇതൊന്നും ചിലപ്പോൾ എളുപ്പം ഫിറ്റ് ആകത്തില്ല. പക്ഷെ ദൈവവചനം പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ ആ സത്യം വിടല്ല. മനസ്സിലായോ? പശ്ചാത്മാവ് എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് താഴെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാല് പശ്ചാത്മാവ് നമുക്ക് അതെങ്ങനെ ഫിറ്റ് ആകുമെന്ന് നമ്മളെ കാണിച്ചു തരും. മനസ്സിലായോ? എങ്ങനെ ഫിറ്റ് ആവുമെന്ന് കാണിച്ചു തന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിശ്വാസമായി. വിശ്വാസം വരുമ്പോൾ നമുക്ക് ബ്രദർ ഹേഗൻ ചെയ്തതുപോലെ നമുക്ക് കാല് തള്ളിയിട്ടിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ബലം കിട്ടും. ഓക്കെ, ബ്രദർ ഹേഗന്റെ വിശ്വാസത്തിന്റെ ആക്ഷൻ എന്തുവായിരുന്നു? കാല് ബെഡിൽ നിന്ന് തള്ളിയിട്ടിട്ട് അത് പിടിച്ചു നിൽക്കുന്നതായിരുന്നു അല്ലേ? അപ്പം അങ്ങനെ പിടിച്ചു നിന്നപ്പം പുള്ളിയുടെ സൈഡ് ക്ലിയർ ചെയ്തു ആണല്ലോ. പുള്ളിക്ക് ഇനിയും ചെയ്യാനൊന്നുമില്ല. പുള്ളി എഴുന്നേറ്റ് നിന്നു. പുള്ളി വിശ്വസിച്ചു കർത്താവ് പുള്ളിക്ക് രോഗസൗഖ്യം വരുത്തിയെന്ന്. ഓക്കെ, രോഗസൗഖ്യം വരുത്തിയെന്ന് വിശ്വസിച്ചപ്പോ എന്ത് പറ്റി? പശ്ചാത്തലത്തിന്റെ ശക്തി ആ വിശ്വാസത്തിന്റെ മുകളിൽ ഇറങ്ങി ആ സാഹചര്യത്തിന് അനുകൂലമാക്കി ആണല്ലോ. അപ്പൊ നമ്മള് ആ രീതിയിൽ വേണം ബൈബിൾ വായിക്കാൻ. ഓക്കെ, അതൊരു 5 വേഴ്സ് വായിച്ചെങ്കിൽ ആയി, 15 വേഴ്സ് ഒരു ദിവസം രാവിലെ വായിച്ചെങ്കിലായി, 30 വേഴ്സ് ഒരു ദിവസം വായിച്ചെങ്കിലായി. അത് ബൈബിൾ വായിച്ച് തീർക്കാനുള്ള തിരക്കിലല്ല നമ്മൾ. അത് പ്രത്യേകിച്ച് ഓർക്കണം. നമ്മളെ തിരക്ക് ആ സമയത്ത് ദൈവവചനത്തിനകത്തുള്ള സത്യം നമ്മുടെ ജീവിതത്തിലോട്ട് ഇറങ്ങി വരാനുള്ളൊരു ഓട്ടമാണ്. ഓക്കെ, അതൊരു ടൈപ്പ് റീഡിങ്. രണ്ടാമത്തെ ടൈപ്പ് റീഡിങ് വൈകിട്ട് നമുക്ക് ഫാമിലി പ്രയറോ അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ടൈം കിട്ടുമ്പോഴോ ഒരു 3, 4, 5 ചാപ്റ്റർ ഒന്നിച്ച് ന്യൂസ് പേപ്പർ വായിക്കുന്ന പോലെ അങ്ങ് വായിച്ചു വിട്ടേക്കും. മനസ്സിലായോ? ന്യൂ ടെസ്റ്റ്മെന്റ് തന്നെ. അപ്പം എന്ത് പറ്റും? ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബൈബിൾ ന്യൂ ടെസ്റ്റ്മെന്റ് ഫുൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 1 വർഷം 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 10-12 പ്രാവശ്യം ന്യൂ ടെസ്റ്റ്മെന്റ് വായിച്ചവരാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വചനത്തെ കുറിച്ച് നല്ലൊരു ഗ്രിപ്പ് കിട്ടും. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ ആക്ച്വലി ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്യുന്നതിനകത്ത് വേറെ ഒരു കാര്യം എന്തെന്നറിയുമോ? നമ്മൾ 3 പാർട്സ് ആണ്. നമ്മൾ ഒരു വ്യക്തി എന്ന് പറഞ്ഞ 3 പാർട്ട് ബീയിങ്. എനിക്ക് ശരീരമുണ്ട്, എനിക്ക് സോൾ ഉണ്ട്, എനിക്ക് സ്പിരിറ്റ് ഉണ്ട്. ഓക്കെ, I have a body, I am a spirit, I have a soul and I live in a body. Okay, I am a spirit. ഞാൻ ഈ ശരീരമല്ല. ഒരാൾ മരിച്ച് ശവപ്പെട്ടിക്കകത്ത് കയറി അല്ലെങ്കിൽ ദഹിപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ആളെ അല്ലല്ലോ ദഹിപ്പിക്കുന്നത്, നമ്മുടെ പുള്ളിയുടെ ശരീരത്തെ ദഹിപ്പിക്കുന്നത്. അപ്പം I am a spirit, I have a soul and I have a body. നമ്മുടെ സോൾ എന്ന് പറയുന്നത് 3 പാർട്സ് ആണ്: മൈൻഡ്, വിൽ, ഇമോഷൻസ്. ഓക്കെ,
നമ്മുടെ സ്പിരിറ്റിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. അപ്പം നമ്മൾ ഈ മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ തലയ്ക്കകത്ത് എനിക്ക് മനസ്സിലായ സത്യം എൻ്റെ സ്പിരിറ്റിനകത്തോട്ട് റീച്ച് ചെയ്യാനുള്ളൊരു ഒരു മെക്കാനിസം ആ മെഡിറ്റേഷൻ. ഇവിടെ കിട്ടിയോ? നമ്മുടെ തലയ്ക്ക് അകത്ത് അറിയാവുന്ന സത്യം നമ്മൾ ഓക്കെ, ഈ വേഴ്സ് നമ്മൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല, ഇല്ലേ? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. സാംസ് 23. നമ്മൾ എന്തെങ്കിലും ഒരു ഇച്ചിരി സീരിയസ് സ്ട്രോങ് ക്രിസ്ത്യൻസ് അല്ല, മീഡിയം ക്രിസ്ത്യൻസിന്റെ വീട്ടിൽ അവരുടെ പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു സാംസ് 23 അല്ലെ? യഹോവ എൻ്റെ ഇടയൻ, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. The Lord is my shepherd, I shall not want. പക്ഷെ മുട്ടുള്ള അവസ്ഥയുണ്ടോ? ഉണ്ട്, മിക്കവർക്കും ആ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പം മുട്ടില്ലാത്തൊരു അനുഭവത്തിലോട്ട് വരുന്ന ആരാ? യഹോവ ഇടയനായിട്ടുള്ളൊരു വ്യക്തിയാ, അല്ലെ? അപ്പം നമ്മള് അത് നമ്മുടെ എന്തോ ഹെഡ് നോളജാ, അല്ലെ? ഒരു ആദ്യം ചോദിച്ചു, നിനക്ക് സങ്കീർത്തനം 23 അറിയാമോ? പിന്നെ അറിയാം, മുഴുവൻ കാണാപ്പാടം പടപടപടാന്ന് പറഞ്ഞു തീർത്തു. ഓക്കെ, പക്ഷെ അത് ഹെഡ് നോളജാ. അത് നമ്മുടെ സ്പിരിറ്റ് മാൻ അറിയത്തില്ല. നമ്മുടെ ആത്മീയ മനുഷ്യനല്ലേ, നമ്മുടെ ആത്മീയ മനുഷ്യന് ആ കാര്യം അറിയാത്തത് കൊണ്ട് എന്തു പറ്റുമെന്നറിയാമോ? ഒരു മുട്ടുള്ള അവസ്ഥയിലോട്ട് നമ്മൾ വരുമ്പം നമ്മുടെ ആത്മീയം കുലുങ്ങും. നമ്മൾ ദൈവത്തോട്ട് നോക്കുന്നതിന് പകരം നമ്മൾ മരുന്നിലോട്ടും മെഡിക്കൽ സയൻസിലോട്ടും കൂട്ടുകാരിലോട്ടും കാശിലോട്ടും നമ്മുടെ തന്നെ ബലത്തിലോട്ട് നമ്മൾ നോക്കും. പക്ഷെ നമ്മൾ ദൈവവചനം നമ്മൾ ധ്യാനിച്ച് നമ്മുടെ ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ഓട്ടോമാറ്റിക്കലി നമ്മുടെ വിശ്വാസം ഒരു പ്രതികൂലം വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കർത്താവിലോട്ടായിരിക്കും. അത് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ടെസ്റ്റ്. നമ്മൾ ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, നമ്മൾ മനുഷ്യനിലാണോ വിശ്വസിക്കുന്നത് എന്നുള്ള ഏറ്റവും ഈസി ടെസ്റ്റ് അതാ. നമ്മളൊരു പ്രതികൂലം വരുമ്പം നമ്മൾ അയ്യോ കർത്താവേ എന്ന് വിശ്വാസത്തോടെ വിളിച്ചോ, അതോ നമ്മൾ ഈ ഒരു വിഷയത്തിനെ നേരിട്ട് നമ്മൾ കൂളായിട്ട് പറഞ്ഞോ, കർത്താവെ ദൈവവചനം എന്നെ ഓർപ്പിക്കുന്നത് സങ്കീർത്തനം 91, നിന്റെ കൂടാരത്തിന്റെ അടുത്ത് ഒരു ബാധയും വരത്തില്ല. കർത്താവ് നിന്റെ കല്ലെ തട്ടാതിരിക്കാൻ ദൂതന്മാരെ ഏൽപ്പിച്ചേക്കണം. അതാണോ വിശ്വാസം, അതോ അയ്യോ എന്നാണോ വിശ്വാസം? മനസ്സിലായോ? അതാ നമ്മുടെ ടെസ്റ്റ്. നമ്മുടെ വിശ്വാസം നമ്മൾ ദൈവവചനം ധ്യാനിച്ചിട്ടുണ്ടോ എന്നുള്ള ടെസ്റ്റ് അതാ. അപ്പം ഓർത്ത് നോക്കുക, നമ്മുടെ ചുറ്റുപാടുമുള്ള മിക്കവാറും എല്ലാ വിശ്വാസികളും ഒരുപക്ഷെ നമ്മൾ തന്നെ ആ ഒരു കൂട്ടത്തിൽ പെടുന്നവരാ. അപ്പം നമ്മൾ ആ ഒരു കൂട്ടത്തിൽ നിന്ന് ഇറങ്ങുവാണല്ലോ ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് ദൈവവചനം പ്രത്യേകിച്ച് ധ്യാനിക്കണം. ഓക്കെ, നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പം നമുക്ക് ദൈവവചനത്തിനകത്തുള്ള സത്യങ്ങൾ നമുക്ക് ലഭിക്കും. ഞാൻ ഒത്തിരി ഡൈല്യൂട്ട് ആയിട്ടാണോ സംസാരിക്കുന്നത്? ഓക്കെ, ഞാൻ ചില കാര്യങ്ങൾ പിന്നെ ഊന്നുന്നതുകൊണ്ട് എനിക്ക് തന്നെ ഒരു പ്രയാസം പോലെ എനിക്ക് തോന്നുന്നു. പക്ഷേ ഐ മീൻ പലരും പല ലെവൽസിലാണല്ലോ, ആ ലെവൽസ് കവർ ചെയ്യാനുള്ള ഒരു ശ്രമത്തില്ല. പക്ഷെ ഞാൻ ഒത്തിരി ഡൈല്യൂട്ട് ആണെങ്കിൽ നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യുമ്പോൾ വി ജസ്റ്റ് ചെക്ക് ഓൺ ദാറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നവരായിരിക്കണം. അതാ ഒരു മെക്കാനിസം. ഓക്കെ, നമുക്ക് ഈ രോഗസൗഖ്യം നമ്മുടെ ജീവിതത്തിലോട്ട് ലഭിക്കാൻ നമ്മുടെ ജ്ഞാനം. ഓക്കെ, അപ്പൊ ജ്ഞാനത്തിന് എന്ത് വേണം? ദൈവവചനം വായിക്കണം. ദൈവവചനം വായിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ജ്ഞാനം കിട്ടുന്നത്. നമ്മൾ ദൈവവചനം നമ്മുടെ അറിവിൽ അനുസരിച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്താൽ, ധ്യാനിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വിശ്വാസമായിട്ട് നീങ്ങുന്നത്. വിശ്വാസം നമുക്ക് ഉറപ്പായി കഴിയുമ്പോഴാണ് നമുക്കത് ആക്ഷനിലോട്ട് നീങ്ങാൻ പറ്റുന്നത്, ഇല്ലേ? ആണല്ലോ. നമ്മുടെ വീട്ടില് നമ്മുടെ കാറ് അല്ലെങ്കിൽ ബൈക്ക് ഫ്ലാറ്റ് ആയിട്ടിരിക്കുക, ടയറിനകത്ത് കാറ്റില്ല, നമുക്കത് കയറി യാത്ര ചെയ്യാൻ നമുക്ക് വിശ്വാസം കാണുമോ? കാണത്തില്ലല്ലേ? നമ്മൾ വെള്ളിലോട്ട് രാവിലെ തെറുതി പിടിച്ച് വെള്ളിലോട്ട് ഇറങ്ങിപ്പോവാ, അല്ലെങ്കിൽ വൈകിട്ട് ഇങ്ങോട്ടെങ്കിലും ഇറങ്ങി. അപ്പം വന്നപ്പം നോക്കിയപ്പം ടയർ ഫ്ലാറ്റാ. നമുക്ക് അത് ട്രാവൽ ചെയ്യാനുള്ള ഫെയ്ത്ത് വരുമോ? ഫെയ്ത്ത് വരത്തില്ല. അപ്പം നമ്മൾ പിന്നെ ടയർ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓക്കെ. അപ്പം നമ്മൾ കാണുന്നത് കൊണ്ട്
നമുക്ക് കാറ് യാത്ര ചെയ്യാമെന്നുള്ളൊരു ഉറപ്പായി നമ്മൾ കയറിപ്പോയി ഇല്ലേ. അപ്പം നമുക്ക് നമ്മൾ കണ്ടതുകൊണ്ട് നമുക്ക് ഒരു ഫെയ്ത്ത് വരും. ആ ഫെയ്ത്ത് കാരണം നമുക്ക് കാറ് കയറിപ്പോകാനുള്ള ഒരു ആക്ഷൻ ഉള്ളൊരു സ്ട്രെങ്ത് കിട്ടും അല്ലേ. അപ്പൊ ഇതെല്ലാം കണക്റ്റഡാ. സോ ഫസ്റ്റ് യു നീഡ് ടു റീഡ് ദ വേർഡ്, യു നീഡ് ടു മെഡിറ്റേറ്റ് ഓൺ ഇറ്റ്. റീഡ് ചെയ്യുമ്പോൾ നമുക്ക് നോളജ് കിട്ടും. നോളജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫെയ്ത്ത് കിട്ടും. ഫെയ്ത്ത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആക്ഷനിലോട്ട് നീങ്ങും. മിക്കവരും എന്ത് ചെയ്യുന്നറിയാമോ? ഫെയ്ത്ത് ഉണ്ട്, ഐ മീൻ നോളജ് ഉണ്ട്, മെഡിറ്റേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഫെയ്ത്ത് ഇല്ല, പക്ഷെ അവർ ആക്ട് ചെയ്യാൻ ശ്രമിക്കും. കണ്ടിട്ടുണ്ടോ? മനസ്സിലായോ? അവർ ആക്ട് ചെയ്യാൻ ശ്രമിക്കും. ഈ ഇടയ്ക്കത്തെ പടികൾ ഇല്ലാത്തത് കൊണ്ട് എല്ലാം കൂടെ മൂക്കുത്തി താഴെ വീഴും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ബിറ്റ്സ് എല്ലാം വേണം. അപ്പം അത് നമുക്ക് മെഡിറ്റേഷന്റെ ഒരു വിഷയം. നമുക്ക് കൺഫെഷനിലോട്ട് അടുത്ത ആഴ്ച ഇപ്പം എനിക്കറിയത്തില്ല എത്ര പേര് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫോക്കസ് ചെയ്ത പോർഷൻസ് ഒന്ന് നോക്കിയെന്ന്. നോക്കിയവർ ബ്ലസ്ഡ് ആയിട്ടുണ്ട്. അല്ലാത്തവർക്ക് ഐ മീൻ നമ്മൾ ആക്ച്വലി ഈ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുവാ? വി വോണ്ട് പീപ്പിൾ ടു ബി ഏബിൾ ടു ഗെറ്റ് ദെയർ അല്ലേ. ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്നതും ഞാൻ എൻ്റെ ഒരു കീ ഫോക്കസ് എൻ്റെ ജീവിതത്തിൽ ഹെൽപ്പിംഗ് പീപ്പിൾ ടു ഗോ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് എന്നുള്ളത്. അല്ലാതെ നമ്മളിപ്പം ഒരു സ്ഥാനത്തിനോ മാനത്തിനോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഞാൻ കാശ് പോലും നോക്കുന്നില്ല. ഞാൻ അടുത്ത് ഇതുവരെ കാശ് വെച്ചിട്ടില്ല. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഗോ ആൻഡ് ബി എ ബ്ലെസ്സിങ് ടു ദ കിങ്ഡം. ദൈവരാജ്യത്തിന് നിങ്ങൾ ഒരു അനുഗ്രഹമായിരിക്കണം. നമ്മൾ ഏറ്റവും ആദ്യം മറ്റവർക്ക് ഒരു അനുഗ്രഹം ആകുന്നതിന് മുന്നേ നമ്മൾ തന്നെ ഒരു നമുക്ക് തന്നെ ഒരു അനുഗ്രഹം കിട്ടിയാലല്ലേ നമുക്ക് പകരാൻ പറ്റുള്ളൂ. സോ ഞാൻ ആക്ച്വലി ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇങ്ങനെ കാണുന്നത്, ബൈ യുവർ ഹാൻഡ്സ് പീപ്പിൾ വിൽ ബി ഹീൽഡ്. നിങ്ങളുടെ കൈ കൊണ്ട് രോഗികൾ സൗഖ്യമാകും. ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഐ വിൽ ഷെയർ എവറിത്തിങ് ദാറ്റ് ഐ ഹാവ് വിത്ത് മീ ടു യു സോ ദാറ്റ് യു ക്യാൻ ബി ബ്ലെസ്ഡ്. അതുകൊണ്ട് നമ്മൾ അപ്പൊ ഞാൻ എന്തോ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഓരോ ആഴ്ചയും കവർ ചെയ്യുന്ന പോർഷൻസ് പിന്നെ പോയി നോക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴായിരിക്കും ചില ക്വസ്റ്റ്യൻസ് വരുന്നത്. അറിയാലോ, നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോഴായിരിക്കും ഒരു കാര്യം ഇങ്ങനെ വെക്കണോ അങ്ങനെ വെക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ തിയറി നോക്കുമ്പോൾ അതങ്ങനെ വെച്ചാൽ മതി, പക്ഷെ ഇങ്ങനെ വെക്കണോ അങ്ങനെ വെക്കണോ എന്നുള്ളത് ഡീറ്റെയിൽസ് വരുന്നത് ഇസ് ഓൺലി ത്രൂ വെൻ യു പ്രാക്ടീസ്. സോ പ്ലീസ് പ്രാക്ടീസ്. ഓക്കെ, അപ്പം നമുക്ക് കൺഫെഷൻ നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. പക്ഷെ നമുക്ക് അപ്പൊ നമ്മൾ എന്തൊക്കെ കവർ ചെയ്തിപ്പം. ഓക്കെ, ഞാൻ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പീറ്റർ 2:24 ഒന്ന് എടുത്തേ. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഹീലിംഗിനെ കുറിച്ച് ഒരു ഫൗണ്ടേഷൻ വേഴ്സ് ആയത്. ഫസ്റ്റ് പീറ്റർ 2:24 ഒന്ന് വായിച്ചായിരിക്കും. 2:24. 1 പത്രോസ് 2:24. 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഓക്കെ, ആ വേഴ്സ് കണ്ടല്ലോ. ഇത് നമ്മുടെ ഹീലിംഗിന്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോണാണ്. ഓക്കെ, നമുക്ക് ആ വേഴ്സിലോട്ടൊന്ന് ഇറങ്ങിപ്പാം. അവിടെ എന്ത് പറയുന്നു? കർത്താവ് ഇവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, ഹു ഹിസ് ഓൺ സെൽഫ് bear our sins in his own body on the tree. ഓക്കെ, കർത്താവ് എൻ്റെ പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ കാൽവറിയിൽ ഏറ്റെടുത്തു. ഓക്കെ, that we being dead to sins should live no longer unto sins. ഓക്കെ, നമ്മൾ പാപം സംബന്ധിച്ച് മരിച്ചവരാ,
നമ്മൾ എന്ത് നീതിക്കായിട്ട് ജീവിക്കണം. ഓക്കെ, നമ്മൾ നീതിക്കായിട്ട് ജീവിക്കുമ്പം അവിടെ എഴുതി വെച്ചേക്കുന്നു ബൈ ഹൂസ് സ്ട്രൈപ്സ് വി വെയർ ഹീൽഡ്. നമുക്ക് രോഗസൗഖ്യം, ലാസ്റ്റ് ബിറ്റ് എന്താ ഇങ്ങനെ പറയുന്നത്? ബൈ ഹിസ് സ്ട്രൈപ്സ് അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു, വരുമെന്നല്ല. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞ മെഡിറ്റേഷന്റെ ഭാഗമായത്. ബൈബിളിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, എന്താ എഴുതി വെച്ചേക്കുന്നത്? എന്റെ കർത്താവിന്റെ അടുപ്പുള്ളാൽ എനിക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു എന്നാണോ വരുമെന്നാണോ? ബൈബിളിനകത്ത് എഴുതി വെച്ചേക്കുന്നത് വന്നിരിക്കുന്നു എന്നാ. മനസ്സിലായോ? അപ്പം വന്നിരിക്കുന്നു എന്നുള്ളത് ഇനി വരുമെന്നാണോ, ഫ്യൂച്ചർ ടെൻസ് ആണോ, പാസ്റ്റ് ടെൻസ് ആണോ? പാസ്റ്റ് ടെൻസാ അല്ലേ, ഫ്യൂച്ചർ ടെൻസ് അല്ല. അപ്പം കർത്താവ് അപ്പം നമ്മൾ നോക്കണം, കർത്താവ് എന്റെ രോഗം ഏറ്റെടുത്തോ? എനിക്ക് രോഗസൗഖ്യം വന്നോ? രോഗസൗഖ്യം വന്നെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ഈ മരുന്നുകൾ നടക്കുന്നത്? ഞാൻ പിന്നെ എന്തിനാ ഈ ഹോസ്പിറ്റലിൽ പോകുന്നത്? ഓക്കെ, നമ്മൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങണം. മനസ്സിലായോ? നമ്മൾ ഈ വേഴ്സ് ഒരു പെന്റിക്കോസ്റ്റൽ ചർച്ചിൽ പോകുന്നവരാണെങ്കിൽ എത്ര 1000 പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഒരു പക്ഷേ, അല്ലേ? അപ്പം കർത്താവിന്റെ അടുപ്പുള്ള എനിക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു, വരുമെന്നല്ല. അപ്പം നമ്മൾ അപ്പം ഓർത്ത് നോക്കണം, നമ്മൾ ഏറ്റവും ആദ്യം പോയി ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവിനെ അറിയാത്ത ഒരു വ്യക്തിക്ക് ഒരു വിശ്വാസി പോയി കൈവച്ച് പ്രാർത്ഥിച്ചാൽ രോഗസൗഖ്യം വരും, മാർക്ക് 16:16 പുറത്ത്. പക്ഷേ നമ്മുടെ തന്നെ ജീവിതത്തിലോട്ട് നമുക്ക് വിശ്വാസം കാണും, നമുക്ക് ഹീലിംഗ് ഏറ്റെടുക്കാൻ പറ്റും, അല്ലേ? അപ്പം ഇവിടെ പറഞ്ഞ എന്തുവാ? കർത്താവിന്റെ അടുപ്പുള്ള എനിക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു. അപ്പം നമ്മൾ മിക്കവരുടെയും പ്രാർത്ഥന എങ്ങനെയാ? കർത്താവെ എനിക്ക് കാലിന് വേദനയുണ്ട്, മുട്ടിന് വേദനയുണ്ട്, നടുവിന് വേദനയുണ്ട്, തലവേദനയുണ്ട്, പല്ലിന് വേദനയുണ്ട്, മാറ്റിത്തരണേ, അല്ലേ? അപ്പം ഇല്ലാത്തൊരു കാര്യം ഇങ്ങനെ കർത്താവ് നീക്കുന്നേ? ബൈബിളിനകത്ത് എന്ത് പറയുന്നു? കർത്താവിന്റെ അടുപ്പുള്ള എനിക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു എന്നാ, അല്ലേ? രോഗസൗഖ്യം കർത്താവിന്റെ, ഇപ്പം ബൈബിളിനകത്ത് എഴുതി വെച്ചേക്കുന്ന മുഴുവൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ പെർസ്പെക്റ്റീവ് നിന്ന്, കാഴ്ചപ്പാടിൽ നിന്ന്. അപ്പം പരിശുദ്ധാത്മാവിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ പറയും, കർത്താവെ എന്റെ ഈ രോഗസൗഖ്യം, എനിക്ക് രോഗസൗഖ്യം തരണേന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് എന്തോ ചോദിക്കുന്ന അറിയാമോ? കുഞ്ഞെ അത് ഏതാന്ന്. മനസ്സിലായോ? നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. അപ്പം പരിശുദ്ധാത്മാവ് എന്ത് ചോദിക്കും? കുഞ്ഞ് അത് ഏത് രോഗമാണെന്ന്. കാര്യം എന്തുവാ? 2000 വർഷം മുമ്പേ നമ്മുടെ എല്ലാ രോഗം കാൽവറിയിൽ പോയി. അപ്പം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തിന് രോഗത്തിൽ ഇതിന്റെ അടിമയായിട്ട് കിടക്കേണ്ട കാര്യമില്ല. കാര്യം എന്തോ 2000 വർഷം മുമ്പേ വഹിച്ചതാ. ഓക്കെ, അതുകൊണ്ട് ആ പ്രയർ ഒരു മണ്ട പ്രയർ ആണെന്ന് മനസ്സിലായോ? കർത്താവെ എന്റെ രോഗം മാറ്റണം എന്നുള്ളൊരു പ്രയർ ഒരു ബിബ്ലിക്കൽ പ്രയർ അല്ല, കല്ലെറിയില്ലായിരുന്നു തന്നെ. ഓക്കെ, മനസ്സിലായി? കാര്യം എന്തോ 2000 വർഷം മുമ്പേ കർത്താവിന്റെ രോഗങ്ങളെ വഹിച്ചതുകൊണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ അടുത്ത് ആ ഒരു നമ്മൾ പ്രാർത്ഥിക്കല്ല. ഓക്കെ, കർത്താവ് എനിക്ക് രോഗസൗഖ്യം തരണേന്ന്. നമ്മളിപ്പോ എന്ത് പ്രാർത്ഥിക്കണം? 2000 വർഷം മുമ്പേ കർത്താവ് കാൽവറിയിൽ മരിച്ചപ്പം നമ്മുടെ എല്ലാവരുടെയും, നമ്മൾ ആരും ജനിച്ചിട്ടില്ലായിരുന്നല്ലേ? നമ്മളാരും ജനിക്കാത്തതുകൊണ്ട് നമ്മൾ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ തന്നെ ദൈവത്തിന് അറിയാം ആരൊക്കെ ജനിക്കുമെന്നുള്ളത്. അപ്പം കർത്താവ് എന്ത് പറയുന്നു? ജോൺ 3:16 എന്ത് പറയുന്നു? For God so loved his world that he gave his only begotten son, that whosoever believes in him shall have eternal life. ബൈബിളിനകത്ത് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, സകല ലോകത്തിന്റെ പാപം ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാടല്ലേ? അപ്പൊ നമ്മളന്ന് ജനിച്ചിട്ടില്ല. നമ്മൾ ജനിക്കാത്തവരുടെ പോലും നമ്മുടെ പാപം 2000 വർഷം മുമ്പേ നമ്മൾ കർത്താവ് ഏറ്റെടുത്തു. കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് എന്ത് പറ്റി? നമുക്ക് ആ പാപക്ഷമ ഇന്ന് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റി, അല്ലെ? അന്നൊരു ചെക്ക് കർത്താവ് എഴുതി വെച്ചു. ഓക്കെ, നിന്റെ പാപങ്ങൾ ഞാൻ വഹിച്ചു എന്നുള്ള ചെക്ക് എഴുതി വെച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു, കർത്താവെ, നമ്മൾ കർത്താവിനെ ഹൃദയം കൊണ്ട് യേശുക്രിസ്തു കർത്താവെന്ന് വിശ്വസിച്ച്
Romans 10, Romans 10 verse 9 and 10. Um, That if you will confess with your mouth that Jesus is Lord and will believe in your heart that God raised him from the dead, you shall be saved. Okay. അപ്പം നമ്മൾ അത് ഏറ്റെടുത്തപ്പോൾ എന്ത് പറ്റി? ആ ചെക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റി ഇല്ലേ? അപ്പം നമ്മൾ ഇന്ന് പറയുന്നില്ല കർത്താവെ ഞാൻ വിശ്വസിക്കാൻ പോവാ, അതുകൊണ്ട് ഒന്നുകൂടെ മരിക്കണം നമ്മൾ പറയുന്നില്ല അല്ലെ? അപ്പൊ അതുപോലെ തന്നെ 2000 വർഷം മുമ്പേ കർത്താവ് എന്റെ പാപങ്ങളെ എന്റെ രോഗങ്ങളെ കാൽവറിയിൽ വഹിച്ചു. അപ്പൊ നമ്മൾ രോഗത്തിന്റെ വിഷയം വരുമ്പോൾ എന്തോ നമ്മൾ ചെയ്യേണ്ടേ? നമ്മൾ പറയണം കർത്താവെ ദൈവവചനം എന്നെ ഓർപ്പിക്കുന്നത് 2000 വർഷം മുമ്പേ കർത്താവിന്റെ രോഗങ്ങളെ വഹിച്ചത് കൊണ്ട് സ്തോത്രം. അത് പിടികിട്ടിയോ? സ്തോത്രം മാത്രം പറഞ്ഞാൽ മതി നമ്മൾ ഹീലിങ്ങിന് വേണ്ടി. പക്ഷെ ആ സ്തോത്രം പറയണമെങ്കിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തവരായിരിക്കണം. ഓക്കെ. അപ്പം അതപ്പം ചെയ്യണം. പിന്നെ നമുക്ക് അവിടെ പറഞ്ഞത് നമ്മൾ നീതിക്കായിട്ട് ജീവിക്കണം. നീതിക്കായിട്ട് ജീവിക്കേണ്ടത് നമുക്ക് പിന്നെ കവർ ചെയ്യാം. ഓക്കെ. അപ്പം ഓക്കെ, സാംസ് 91:16 എടുത്ത് അതുകൊണ്ട് നമുക്ക് വിൽ ക്ലോസ് ടുഡേ. ഓക്കെ, സാംസ് 91:16. ചിലർ പറയും ഒരാൾക്ക് മരിക്കാൻ ഒരു ദിവസം എഴുതി വെച്ചിട്ടുണ്ടെന്ന് അല്ലേ? അവന്റെ സമയമായി, അവൻ പോയെന്ന് പറയും. പക്ഷെ ബൈബിളിനകത്ത് എന്തോ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിക്കേ. സാംസ് 91:16. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. ദീർഘായുസ്സും കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എന്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? ആരെ കുറിച്ചാ പറഞ്ഞേ? ഒരു വിശ്വാസിയെ കുറിച്ചാ പറഞ്ഞേ ആണല്ലോ. കർത്താവിനെ ശരണം പ്രാപിച്ച ഒരു വിശ്വാസിയെ കുറിച്ചാ പറഞ്ഞേ. അപ്പം അതിന്റെ അർത്ഥം എന്തുവാ? എല്ലാവർക്കും ദീർഘായുസ് ലഭിക്കുമോ? ലഭിക്കും. ബൈബിളത് അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാ പല വിശ്വാസികളും നേരത്തെ മരിക്കുന്നത്, അസമയത്ത് മരിക്കുന്നത്? അത് ദൈവഹിതമാണോ? ദൈവഹിതം അല്ല അത്. ഓക്കെ, എന്നെ കല്ലെറിയല്ലേ. ബൈബിൾ അതാ പഠിപ്പിക്കുന്നത്, ഞാനല്ല പഠിപ്പിക്കുന്നത്. ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്നേ ഉള്ളൂ ഞാൻ വായിച്ചത്. ഓക്കെ. ഇതിനൊക്കെ ഇഷ്ടം പോലെ വേറെ ക്രോസ് റെഫറൻസസ് ഉണ്ട്. വേറെ ഒരു വേഴ്സ് എന്തുവാ? അപ്പനെ അമ്മയും ബഹുമാനിക്കുക അല്ലെ, എന്ത് ലഭിക്കും? എഫെഷ്യൻസ് 6:2 നോക്കിക്കേ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6:2. 2:3 വായിച്ചു. എഫെസ്യർ 6:2-3. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. കേട്ടോ? വാഗ്ദത്തോട് കൂടെ ഉള്ള ആദ്യത്തെ കൽപ്പനയത്. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അപ്പം നിനക്ക് എന്ത് സംഭവിക്കും? ഭൂമിയിൽ ദീർഘായുസ് ലഭിക്കും. അപ്പം എളുപ്പം മരിക്കുന്നവരെല്ലാം അപ്പനെ അമ്മയും ബഹുമാനിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അതിലോട്ടൊക്കെ നമുക്ക് പിന്നെ പോകാം. അപ്പം ദൈവത്തിന്റെ ഹിതം എന്തുവാ? ദാറ്റ് യു ഹാവ് എ ലോങ് ലൈഫ് ഓൺ ദി എർത്ത്. ഓക്കെ, അത് സംഭവിച്ചില്ലെങ്കിൽ നേരത്തെ ഷെയർ ചെയ്ത് എന്തുവാ? ഒരു വ്യക്തിക്ക് കർത്താവ് ഒരു ഡേറ്റ് ഇട്ട് വെച്ചിട്ടില്ല, എക്സ്പയറി. പറഞ്ഞ മെഡിസിന്റെ മുകളിൽ ടാബ്ലറ്റിന്റെ മുകളിൽ അടിക്കുന്ന പോലെ അടിച്ച് വെച്ചിട്ടില്ല. നമ്മൾ ദൈവവചനം അനുസരിക്കാതെ ഓടിയാൽ നമ്മുടെ ജീവിതം ഷോർട്ട് ആകും. നമ്മൾ ആവശ്യമില്ലാത്തത് കഴിച്ചു, ആവശ്യമില്ലാത്തത് കുടിച്ചെങ്കിൽ നമ്മുടെ ജീവിതം ഷോർട്ട് ആകും അല്ലേ? നമ്മുടെ ആയുസ് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ നമ്മൾ ദൈവവചനം പഠിപ്പിക്കുന്നത്, നമ്മൾ ദൈവവചനം പ്രമാണിച്ച് പേരൻസിനെ ബഹുമാനിച്ച് അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ ആയുസിന് നീളം വരും അല്ലേ? അപ്പം മനസ്സിലായല്ലോ, ഒരു എക്സ്പയറി ഡേറ്റ് അല്ല സ്റ്റാമ്പ്. ബൈബിളത്ത് പറഞ്ഞിരിക്കുന്നത് ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തുമെന്ന്. സോ യു ക്യാൻ ഡിസൈഡ് വെൻ യു വാണ്ട് ടു go to God's presence. മനസ്സിലായ? അതുകൊണ്ട് നമ്മൾ ഈ വചനങ്ങൾ വായിക്കുക, ധ്യാനിക്കുക, പഠിക്കുക. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് കവർ ചെയ്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും ഷെയർ ചെയ്യുമ്പം ആൾക്കാർ പറയും ഒത്തിരി അങ്ങ് കംപ്രസ്ഡ് ആയിട്ടാണ് ഷെയർ ചെയ്ത്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്ട്രെച്ച് ചെയ്ത് ഷെയർ ചെയ്ത്. ഓക്കെ, സോ വി ക്ലോസ് ടുഡേ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആർക്കെങ്കിലും? ഞാൻ ഷെയർ ചെയ്ത് ഒത്തിരി. സോറി ബ്രദർ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്.
Yeah, actually, brother, you know that എനിക്ക് ആസിഡിറ്റിയുടെ എല്ലാം ഉണ്ടായിരുന്നല്ലോ. So now I totally believe that I am healed. Amen. So എന്നാലും ചിലപ്പോൾ സിംറ്റംസ് വരുമല്ലോ, സിംറ്റംസ് വന്നാലും ഉണ്ടല്ലോ, I totally believe by his stripes I am healed. നമ്മൾ റെസിസ്റ്റ് ചെയ്യും, സിംറ്റംസ് വരുമ്പോൾ നമ്മൾ by Jesus name we will resist. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ totally believe we are healed, ആ റെസിസ്റ്റ് വരുമ്പോൾ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യണോ? ഇല്ലെങ്കിൽ ഓരോ പ്രാവശ്യം വരുമ്പോ റെസിസ്റ്റ് ചെയ്യണോ? ഇല്ലെങ്കിൽ എനിക്കറിയാം ഐ ആം ഡൺ, എനിവേ യു ഡോണ്ട് ഹാവ് എനിത്തിങ് ഇൻ മീ. ആമേൻ. യാ, നമുക്ക് സിംപ്റ്റം വരുമ്പോഴൊക്കെ നമുക്ക് സിംപ്റ്റത്തിനെ റെസിസ്റ്റ് ചെയ്യണം. യാ, ജെയിംസ് 4:7 പറയുന്നത് സബ്മിറ്റ് ടു ഗോഡ്, റെസിസ്റ്റ് ദി ഡെവിൾ ആൻഡ് ഹി വിൽ ഫ്ലീ ഫ്രം യു. ദൈവത്തിന് കീഴ്പ്പെടുവീൻ, പിശാചിനെ എതിർത്ത് നിൽപ്പീൻ, അപ്പൊ അവൻ നിന്നെ വിട്ടോടിപ്പോകും. ഓക്കെ. അപ്പം നമുക്ക് ഏറ്റവും ആദ്യം ദൈവവചനത്തിനോട് സബ്മിഷൻ വേണം. ദൈവവചനം പ്രമാണിക്കുന്നവരായിരിക്കണം. നമ്മൾ പെർഫെക്റ്റ് ആണല്ലോ. ഓക്കെ, നമ്മുടെ അറിവിൽ നമ്മൾ നിന്നാ മതി. ഒരു സെക്കൻഡ് സിസ്റ്റർ, നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം, നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം, സൈറ്റന്റെ ഒത്തിരി തന്ത്രങ്ങളുണ്ട്. ഇവനൊരു ഒരു ഒരു ക്രൂക്കഡ് ബുദ്ധിക്കാരനാ. അപ്പോൾ ഇവൻ എന്നാ പറയുന്നത് അറിയാമോ? ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, സബ്മിറ്റ് ടു ഗോഡ്. നീ 100% സബ്മിറ്റഡ് ആണോ? സൈറ്റൻ ചോദിക്കും, നീ 100% പെർഫെക്റ്റ് ആണോ? നീ ഇന്നലെ അവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടില്ലേ, ഇവന്റെ അടുത്ത് ദേഷ്യപ്പെട്ടില്ലേ, ഇവിടെ അടുത്ത് ദേഷ്യപ്പെട്ടില്ലേ, അങ്ങനെ പണ്ട് നീ അങ്ങനെ ചെയ്തിട്ടില്ലേ, നീ അവൻ പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് നിനക്ക് ഈ വചനം ആപ്ലിക്കബിൾ അല്ല എന്ന് സൈറ്റൻ പറയും. മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവ് നമുക്ക് തന്ന നീതിയിൽ നമ്മൾ നിൽക്കണം. ഓക്കെ, ഞാൻ കുറവുള്ളവനാ, ഞാൻ കുറ്റമുള്ളവനാ, ഞാൻ പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് യേശുക്രിസ്തു എനിക്ക് വേണ്ടി വന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിടെ ആ യാഗത്തിൽ കൂടെ എനിക്ക് ദൈവമായിട്ടൊരു സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. അത് നിനക്ക് എടുത്ത് കളയാൻ പറ്റത്തില്ല. നമ്മൾ വാ തുറന്ന് സംസാരിക്കണം. ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് നമ്മൾ വായ പറയുമ്പം എന്ത് പറ്റും? നമ്മൾ ആ സബ്മിഷന്റെ സ്റ്റേറ്റിലാണെന്നുള്ളത് സൈറ്റിന് മനസ്സിലാവും. ഓക്കെ, സൈറ്റിന് അത് മനസ്സിലായി കഴിഞ്ഞ്, ഐ മീൻ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ഉറപ്പാണെന്ന് മനസ്സിലായി കഴിയുമ്പോഴത്തേക്ക്, സൈറ്റിന് മനസ്സിലായി കഴിയുമ്പോൾ ബൈബിൾ പറഞ്ഞു, ഇഫ് യു റെസിസ്റ്റ് ഹിം ഹി വിൽ ഫ്ലീ. നമ്മള് കാരണം എന്തുവാ? ഇവന് നമ്മുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ ഒരു ഗ്രിപ്പില്ല. ഇവന് ഗ്രിപ്പില്ലാത്തപ്പോ ഇവൻ സമയം കളണ്ടെന്ന് പറഞ്ഞാൽ വിട്ടുപോകും. ബിക്കോസ് കാര്യം എന്നാ, അവനവിടെ പിന്നെയും പിടിച്ചു നിന്നാ അവൻ പിന്നെയും വിട്ടിട്ട് പോകുമ്പോ നമ്മുടെ വിശ്വാസം അത്രയും കൂടെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് സബ്മിറ്റ് ടു ഗോഡ്, റെസിസ്റ്റ് ദ ഡെവിൾ. നമ്മൾ സിംപ്റ്റം കാണുമ്പോൾ പിന്നെയും രോഗത്തിനെ പോയി എതിർക്കല്ല. ഞാനത് പഠിച്ചു, ബ്രദർ പറഞ്ഞപ്പോ ഞാനത് നമ്മൾ ആ ഫിക്ട്രിയുടെ ആ സ്റ്റോറിക്കകത്ത് നമ്മൾ കാണുന്ന ഒരു പ്രിൻസിപ്പിളാണ്. ഫിക്ട്രിയുടെ സ്റ്റോറിക്കകത്ത് നമ്മൾ എന്ത് കണ്ടു? ഫിക്ട്രിയെ യേശുക്രിസ്തു ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഫിക്ട്രി വേരോടെ റൂട്ട്സ് ആ കട്ടായത്. ബൈബിളിൽ അങ്ങനെ എഴുതി, ഡ്രൈഡ് അപ്പ് ഫ്രം ദ റൂട്ട്സ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഡ്രൈഡ് അപ്പ് ഫ്രം ദ റൂട്ട്സ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം സംസാരിച്ചപ്പോൾ, നമ്മൾ സിക്നസിന്റെ അഗൻസ്റ്റ് പ്രാർത്ഥിച്ചപ്പം ഇമ്മീഡിയറ്റ്ലി ആ സിക്നസിന്റെ റൂട്ട് അങ്ങ് കട്ടാകുക. പക്ഷെ ആ ഇല ചിലപ്പോൾ 2 ദിവസം കൊണ്ട് നിന്നിരിക്കും. മനസ്സിലായോ? സിംറ്റം ചിലപ്പോൾ 2 ദിവസമോ 10 ദിവസമോ ഇച്ചിരാളും കൂടെ നിന്നിരിക്കും. പക്ഷെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? വാ തുറന്നിട്ട് നമ്മൾ സിംറ്റത്തിനെ റെസിസ്റ്റ് ചെയ്യണം, സിക്നസിനെ റെസിസ്റ്റ് ചെയ്യണം. ആക്ച്വലി ഇതിനകത്ത് വേറൊരു സംഭവം സംഭവിക്കുന്നത്, നമ്മുടെ തലയ്ക്കകത്ത് ബാറ്റിൽ ഫീൽഡ്, നമുക്ക് അത് അടുത്ത ആഴ്ച കവർ ചെയ്യാം. നമ്മൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഹീലിംഗിൽ പിടിച്ചു നിൽക്കുമ്പം എപ്പോഴും സൈറ്റൻ വന്ന് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും. അത് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് വിൽ ലുക്ക് അറ്റ് ഇറ്റ് നെക്സ്റ്റ് വീക്ക്. ഓക്കേ ബ്രദർ, താങ്ക് യു സോ മച്ച്. വെൽക്കം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നമ്മൾ ഈ പോകുന്ന പേസ് ഓക്കെ ആണോ? അത് ഇച്ചിരി സ്പീഡപ്പ് ചെയ്യണോ? ആരെങ്കിലും ഒന്ന് പറയാമോ? ഇസ് ഇറ്റ് ഗുഡ് ഇനഫ്? റെനു, ആർ യു ഓക്കെ? ഓർ ഒത്തിരി ഡൈല്യൂട്ട് ആയിട്ട്? അല്ല, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇസ് ഇറ്റ് ടു ഡൈല്യൂട്ട്? No, it's okay. കുഴപ്പമില്ല. അല്ല, am I over explaining anything? ഇല്ല, അങ്ങനെ തോന്നിയില്ല. കുഴപ്പമില്ല, നന്നായിട്ട് പോയി. ഓക്കെ. ബിക്കോസ് ഞാനിത് പ്രത്യേകിച്ച് ചോദിക്കാൻ കാരണം, ഞാൻ പൊതുവെ ഷെയർ ചെയ്യുമ്പം ആൾക്കാർ പറയാറുണ്ട്, ഇച്ചിരി എംഫസൈസ് കൊടുക്കേണ്ടിയായിരുന്നു, ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയായിരുന്നു എന്ന്. അപ്പൊ നമ്മളിത് ആക്ച്വലി ഒരു ആള് ഹീൽഡ് ആകാൻ വേണ്ടി ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ടാണല്ലോ നമ്മൾ നീങ്ങുന്നത്.
But I don't want to just say some things and then find it useless for everybody. It's fine. It's going fine. Okay, thank you. Any other comments? Any questions? Brother Babu, how are you? I'm feeling better, brother. Amen. For past 2-3 days, I'm feeling very much better. Okay, praise God. But one doubt, I'm still taking the medicines because already the doctors prescribed that I'm still taking. There is a small conflict within me. That is, as if the devil is speaking to me, because of the medicine you are getting better. But my spirit is saying, how many years I took medicine? No doctors are able to. But how can it? I'm just asking myself, because Amen. the Holy Spirit is willing. Amen. So this is the conflict I have. Yeah. So yeah. What's the? Yeah. Thank you for asking. Thank you for asking. Your spirit is telling the truth. Okay. Wonderful. Wonderful to hear this. Satan, see, that is the devil talking to you. Telling you that ഇത്രയും വർഷം മരുന്ന് കഴിച്ച് ഇപ്പോഴേ എഫക്റ്റ് ആയിരുന്നു. Tell him to go mind his own business. Tell him to shut up and get out. അതൊന്ന്. രണ്ട്, നമ്മള് God is good. God is good. And കർത്താവ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് രോഗിക്ക് ആരെയും കൊണ്ട് ആവശ്യമുണ്ടോ? വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് കർത്താവ് തന്നെ പറഞ്ഞു അല്ലേ? അപ്പം നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ ഫെയ്ത്ത്, എനിക്ക് ക്യാൻസർ വന്നപ്പം എന്റെ വിശ്വാസം എന്തുവായിരുന്നു? എന്റെ ഫെയ്ത്ത് എനിക്ക് സർജറി കൂടെ വിടുതൽ കിട്ടുമെന്നായിരുന്നു. ഓക്കെ, God is so good. Okay, God is so good. God will meet us where our faith is. Okay, അപ്പം ഞാൻ വിശ്വസിക്കുക, എനിക്ക് ഈ മരുന്നിൽ കൂടെ വിടുതൽ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുവാണെങ്കിൽ ആ മരുന്ന് കഴിക്കുന്നതിന്റെ കൂടെ എനിക്ക് മരുന്ന് കഴിക്കുന്നതിൽ കൂടെ എനിക്ക് രോഗസൗഖ്യം വരും. ബിക്കോസ് മെഡിക്കൽ സയൻസും ഡോക്ടേഴ്സും ഫാർമസിസ്റ്റും എല്ലാം പറയും, ഈ മരുന്നല്ല നിങ്ങളെ സൗഖ്യമാക്കുന്നത്. ഈ മരുന്ന് ഓൺലി നിങ്ങളുടെ ശരീരത്തിനെ തന്നെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പം മരുന്നിനെക്കാട്ടിലും അപ്പുറം നമ്മുടെ ശരീരം ആണ് ഹീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മളെ വിശ്വസിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ പവർ നമ്മുടെ ജീവിതത്തിൽ, അതായത് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ ഹീൽഡ് ആകുന്നു. അതുകൊണ്ട് ultimately it is the God who is healing. Absolutely. So you don't need to worry. Just നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? We believe that you are healed, അല്ലേ? So നമുക്ക് ഹെൽത്തിന്റെ മുകളിൽ അതോറിറ്റി ആരാ? അതോറിറ്റിയുടെ പ്രിൻസിപ്പിൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ അതോറിറ്റീസിനെ ഫോളോ ചെയ്യണം. റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞു പോലീസുകാരും കൈ കാണിക്കും, റെഡ് ലൈറ്റ് ജമ്പ് ചെയ്ത് അപ്പുറത്ത് പോയി തന്നെ പറ്റും. We'll run into problems, അല്ലേ? കാര്യം എന്താ? We need to follow authorities. I mean, 1 Timothy 2 എഴുതിയിട്ടുണ്ട്, follow authorities, be obedient to authorities. അപ്പൊ നമ്മുടെ ഹെൽത്തിന്റെ മുകളിൽ ആരാ അതോറിറ്റി? ഡോക്ടർ അതോറിറ്റി, അല്ലേ? അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ പോകുവാണെങ്കിൽ അവര് പറയുന്നത് ഫോളോ ചെയ്യാം. നമ്മള് ഫെയ്ത്തിൽ നമ്മൾ തന്നെ ബിൽഡപ്പ് ചെയ്ത് നമ്മൾ ഒരു ലെവൽ എത്തുമ്പം നമുക്ക് പറയാൻ പറ്റും, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ 2011 എനിക്ക് ക്യാൻസറിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു 2-3 ക്യാൻസറിന്റെ പ്രോബ്ലം റിക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി പേർ കേട്ടിട്ടില്ലേ? പിന്നെ റെക്കറൻസ് വന്നു. ഒരു 2 വർഷം മുമ്പ് എന്റെ വായിക്കകത്ത് എനിക്ക് ഗ്രോത്ത്സ് ഉണ്ടായിരുന്നു. രണ്ട് ഗ്രോത്ത്സ് മിനിമം ഉണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം ബോയിൽ എന്തോന്നറിയാം, അതെന്തോന്നറിയാം, ഇതെന്തോന്നറിയാം. പക്ഷെ അന്നത്തെ ഫെയ്ത്ത് അല്ല ഇന്നത്തെ ഫെയ്ത്ത് എന്റെ. അപ്പൊ ഞാനാണെങ്കിൽ ഈ സാധനത്തിനെ തൊട്ട് ഫീൽ ചെയ്ത് എനിക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണെന്ന് മനസ്സിലായി. ഞാൻ വാ തുറന്ന് പറഞ്ഞു, ഇൻ ജീസസ് നെയിം യു ഗെറ്റ് ഔട്ട്. ഐ എം നോട്ട് ഗോയിങ് ടു ദ ഡോക്ടർ, ഐ എം നോട്ട് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ. ഐ നോ ദാറ്റ് ബൈ ദ സ്ട്രൈപ്സ് ഓഫ് ജീസസ് ഐ വാസ് ഹീൽഡ്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല, ഞാൻ മരുന്ന് കഴിക്കാൻ പോകുന്നില്ല, ഞാൻ ഡോക്ടറിനെ കാണത്തില്ല. എനിക്കറിയാം കർത്താവിന്റെ അടിപ്പുള്ള എനിക്ക് രോഗസൗഖ്യം വന്നു. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഈ ഹോസ്പിറ്റൽസിനും മെഡിസിനും ഡോക്ടറും ചെയ്യാൻ പറ്റാവുന്നതിനെക്കാട്ടിലും ഒരു മില്യൺ ടൈംസ് മോറാ. ബൈബിൾ പറയുന്നു ഞാൻ ഹീൽഡ് ആണെന്ന്. അതുകൊണ്ട് ഞാൻ അതേ നിന്നു. ഒരു 3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അസിംപ്റ്റം പോയി. അപ്പം നമ്മൾ ധൃതി പിടിക്കണ്ട. അതെ, ഗോഡ് ഈസ് ഗുഡ്.
He will meet us where we are. Okay, ഞാൻ ചിലപ്പം നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാം, ആ പുള്ളി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാല്, അല്ലെങ്കിൽ ഞാൻ ഈ ചർച്ചിൽ പോയി ആ പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞ് ആ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാല്, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ എനിക്ക് രോഗസൗഖ്യം വരുമെന്ന് വിശ്വസിക്കുവാണെങ്കിൽ അതൊരു പോയിന്റ് ഓഫ് കോണ്ടാക്ട്. നമ്മൾ ആ സാധനത്തിനെ തൊടുമ്പം നമ്മുടെ വിശ്വാസം ആക്ടിവേറ്റഡ് ആണ്. മനസ്സിലായി? അത് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഒരു പക്ഷേ പിന്നെ പറയാം. പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞ ഒന്നുമില്ല. നമ്മുടെ വിശ്വാസം, ഓക്കെ ഞാൻ വിശ്വസിച്ചു എന്ന് പറയാൻ എളുപ്പം അല്ലേ? പക്ഷെ നമുക്ക് ഈ ലോകത്തില് വിശ്വസിക്കുന്നതിന്, ഓക്കെ ഈ ഒരു ഗ്ലാസ്, ഓക്കെ ഈ ഒരു ഗ്ലാസ്സിനകത്ത് ഞാൻ പറയാം, ഞാൻ ഇതിനകത്ത് വെള്ളം കുടിക്കുമ്പം എനിക്ക് രോഗസൗഖ്യം വ്യാപരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഓക്കെ, ഞാൻ കുടിച്ചു. ഞാൻ കുടിച്ചപ്പോ ഞാൻ കുടിച്ചോ? നിങ്ങളെല്ലാരും കണ്ടല്ലേ ഞാൻ കുടിച്ചു എന്നുള്ളത് കണ്ടു. എനിക്കും അറിയാം കുടിച്ചു എന്നുള്ളത്. അപ്പം എനിക്ക് ആ ഒരു പോയിന്റില് എനിക്ക് എന്റെ വിശ്വാസം ഫേം ആക്കാൻ പറ്റും. മനസ്സിലായോ? മറ്റേ നമ്മൾ ഫ്ലൂയിഡ് ആണ് ചിലപ്പം. അപ്പം so you just do as follow the doctor. Let the doctor tell you don't need any medicine. നമ്മൾ പുഷ് ചെയ്യണ്ട. ഓക്കെ, അപ്പം സൈതൻ പറഞ്ഞ കഥയ്ക്ക് you have an answer അല്ലേ? Okay, praise God, praise God. Thank you for asking. നമ്മൾ ആക്ച്വലി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങൾ കൂടെ ക്ലിയർ ആവുന്നത്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആർക്കെങ്കിലും? Okay, help ചെയ്യുന്നുണ്ടോ? Is it helping you all? Lots of brother. Yes. Lots. Thank you very much. Praise God, praise God. I'm glad. Okay, so please go and practice this. Okay, and the Lord will bless. Okay. ആരെങ്കിലും പ്രാർത്ഥിക്കുന്നോ? Will anybody be bold to pray? ഒന്നും നമ്മളാരും PhD എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കണ്ട. നമുക്കെല്ലാം you can just be bold to pray. 2 വാക്കെങ്കിൽ 2 വാക്ക്, 10 വാക്കെങ്കിൽ 10 വാക്ക്. Somebody praying? പ്രാർത്ഥിക്കാം, ആരെങ്കിലും പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റെപ്പാ. സോജി ഉണ്ടോ അവിടെ? ഉണ്ട്. പ്രാർത്ഥിക്കാം. സത്യപിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ തന്നെ ഈ നല്ല സാവകാശത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഈ സമയത്തും കർത്താവെ പല സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് അങ്ങയുടെ ആത്മാവിനാല് ഒന്നിച്ചിരുന്ന് ഞങ്ങൾക്ക് കൂട്ടായ്മ ആചരിക്കാൻ തന്ന സമയത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. വചനം ഷെയർ ചെയ്യാനായിട്ട് നീ ഒരുക്കിയ കച്ചുവിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. നീ അവന് കൊടുത്തിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും കഴിവുകൾക്കായിട്ടും കർത്താവിന്റെ നാമത്തിന് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം നീ അവനെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബമായിട്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേട്ട വചനങ്ങൾ കർത്താവെ, രോഗസൗഖ്യം അങ്ങ് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞതാണ്. പാപ ക്ഷമയോടൊപ്പം തന്നെ രോഗസൗഖ്യവും ഞങ്ങൾക്ക് കിട്ടിയതാണെന്നുള്ള ഉറപ്പും ധൈര്യവുമായിട്ട് സാത്താനോട് എതിർത്ത് നിൽക്കുവാനുള്ള കൃപയാൽ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളില് ഈ കൂടി വരുന്നവരിൽ ഒരു ബലഹീനൻ പോലും ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം കർത്താവെ. അതിനായിട്ട് നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു കർത്താവെ. കേട്ട വചനം കർത്താവെ അത് ധ്യാനിക്കാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്ന ഓരോ ഫാമിലിയെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവർക്കും അത് 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത പ്രാവശ്യം കൂടി വരുമ്പോളം അങ്ങയുടെ കൃപ ഞങ്ങളുടെ ഓരോരുത്തരോടും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനായിട്ട് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവെ, ഈ കൂടി വന്നിരിക്കുന്ന ആരുടെയെങ്കിലും മുകളിൽ എന്തെങ്കിലും രോഗത്തിന്റെ അവസ്ഥ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അതോറിറ്റിക്കായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങള് എല്ലാ രോഗത്തിന്റെ അവസ്ഥയും ഞങ്ങള് ശാസിക്കുന്നു, ബന്ധിക്കുന്നു, മാറിപ്പാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അങ്ങയുടെ കർത്താവ് മക്കള് സ്വതന്ത്രരാണ്. യേശു ക്രിസ്തു സ്വാതന്ത്ര്യം തന്നുകൊണ്ട് സ്വതന്ത്രരാണ്. In Jesus' name, let that freedom flow in Jesus' mighty name. Amen. Thank you, Amma. Thank you. Thank you, Okay. brother. Thank you so much. Welcome. God bless you all. See you next week. Yeah. Bye.